ഹായ് മക്കളെ, എല്ലാവർക്കും ടെല്ല ക്ലാസ്സിലെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ വൺ ഷോട്ട് സീരീസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. നമുക്ക് എക്സാം ഒക്കെ വരികയാണ്. അപ്പോൾ നമ്മുടെ പ്ലസ് ടുവിലെ ചാപ്റ്റേഴ്സ് ഒക്കെ നമ്മളെ ഓൺ എക്സാമിന് വേണ്ടിയുള്ള ചാപ്റ്റേഴ്സ് ഒക്കെ നമ്മൾ ഏകദേശം എല്ലാവരും കവറപ്പ് ആയി കഴിഞ്ഞു അല്ലേ. നമ്മൾ ഓരോ ക്ലാസ്സുകളായിട്ട് ഇവിടെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ടീച്ചേഴ്സിൻ്റെ കൂടെ തന്നെ അത് ഫോളോ ചെയ്ത് എല്ലാ ക്ലാസ്സുകളും അറ്റൻഡ് ചെയ്ത് അതിനോടൊപ്പമുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്ത് എല്ലാവരും എല്ലാം പഠിച്ചൊക്കെ ഇരിക്കുകയാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഈ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് റിവൈസ് ചെയ്യണ്ടേ. അതായത് ഇപ്പോൾ ഒരു ചാപ്റ്റർ എടുത്താൽ അതിനകത്തുനിന്ന് എന്തൊക്കെയായിരിക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്, അതിനകത്തുനിന്നൊക്കെ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് വരാം. നമുക്ക് ചില ചാപ്റ്റേഴ്സിലാണെങ്കിൽ പ്രോബ്ലം ഓറിയന്റഡ് ആയിട്ടായിരിക്കും ക്വസ്റ്റ്യൻസ് കൂടുതൽ വരാം അല്ലേ. അപ്പോൾ അവർക്ക് സഡൻ ഇക്വേഷൻസ് കാണും. ഏതൊക്കെയായിരുന്നു ആ ഇക്വേഷൻ, നമുക്ക് പെട്ടെന്ന് എക്സാം സമയത്ത് നമുക്കൊന്ന് റിവൈൻഡ് ചെയ്യാൻ, ഒന്ന് റിവൈസ് ചെയ്ത് നോക്കാൻ, നമുക്ക് അങ്ങനെ ഷോർട്ട് നോട്ടായിട്ട് എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ചാൽ ഭയങ്കര ഉപകാരമാണ് അല്ലേ. അതുപോലെ നമ്മൾ ഓൾറെഡി എല്ലാം പഠിച്ചതിന് ശേഷം ഈ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് മറിച്ച് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഷോർട്ട് നോട്ടായിട്ട് നമ്മളെല്ലാം എഴുതി വെച്ചേക്കാം. അപ്പോൾ ആ സമയത്ത് നമുക്കൊന്ന് മറിച്ച് നോക്കിയാൽ മതി. അതുപോലെ നമ്മൾ ഓൾറെഡി പഠിച്ചൊരു ചാപ്റ്റർ, നമ്മുടെ പ്ലസ് ടുവിൻ്റെ വളരെ സിമ്പിൾ ആയിട്ടൊരു ചാപ്റ്റർ ആയിരുന്നു, ഒരു ചെറിയ ചാപ്റ്റർ ആയിരുന്നു കെമിക്കൽ കൈനറ്റിക്സ്. അപ്പോൾ നമ്മൾ ആ ചാപ്റ്ററിൽ പഠിച്ച കാര്യങ്ങളൊക്കെ, ടീച്ചർ തന്നെയാണ് ക്ലാസ് എടുത്തത്, അപ്പോൾ പഠിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ ഒന്ന് റിവൈസ് ചെയ്ത് വരികയാണ്. അപ്പോൾ നമുക്ക് പതുക്കെ നമ്മുടെ ചാപ്റ്ററിലേക്ക് പോവാം. ഏതാണ് നമ്മുടെ ചാപ്റ്റർ? കെമിക്കൽ കൈനറ്റിക്സ്. അപ്പോൾ മക്കളെ, ടീച്ചർ അന്നേ പറഞ്ഞു നമ്മൾ എന്തിനാണ് ഈ കെമിക്കൽ കൈനറ്റിക്സ് എന്ന ചാപ്റ്റർ പഠിക്കുന്നത്. എന്താണ് ഈ കെമിക്കൽ കൈനറ്റിക്സ്? എന്തായിരിക്കും? നമുക്കറിയാം പല റിയാക്ഷനുകൾ, നമ്മൾ കെമിസ്ട്രിയിൽ ഒത്തിരി റിയാക്ഷൻസ് പഠിച്ചിട്ടുണ്ട് അല്ലേ. ഒരുപാട് റിയാക്ഷൻസ് പഠിച്ചിട്ടുണ്ട്. നോർമലി ഒരു റിയാക്ഷൻ നടക്കുമ്പോൾ അതിൻ്റെ വേഗത എന്തായിരിക്കും? നമ്മൾ ഇക്വിലിബ്രിയം എന്ന ചാപ്റ്ററിൽ പ്ലസ് 1-ൽ കുറേ കാര്യങ്ങൾ റേറ്റിനെ പറ്റിയിട്ടൊക്കെ നിങ്ങൾ പഠിച്ചിട്ട് വന്നവരാണ്. അപ്പം നിങ്ങൾക്ക് റേറ്റ് എങ്ങനെയാണ് എന്നൊക്കെ നമുക്ക് അറിയാം. പക്ഷേ ഒരു റിയാക്ഷൻ്റെ സ്പീഡ് എങ്ങനെ നിർണ്ണയിക്കും എന്നതിനെ പറ്റി, അവരുടെ റിയാക്ഷൻ്റെ റേറ്റിനെ പറ്റിയിട്ട്, അതായത് ഇപ്പോൾ സിമ്പിളായിട്ട് ഒറ്റ സെക്കൻഡിൽ നമ്മൾ ദീപാവലിക്കൊക്കെ പൂത്തിരിയൊക്കെ കത്തിക്കും. അത് പെട്ടെന്ന് വളരെ സമയമെടുത്ത് നടക്കുന്ന ഒരു റിയാക്ഷൻ ആണോ? അല്ല, ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ പെട്ടെന്ന് നടക്കുന്നതാണ് അല്ലേ. കമ്പിത്തിരിയൊക്കെ പെട്ടെന്ന് കത്തും. ഇനി വേറൊരു റിയാക്ഷൻ ടീച്ചർ പറഞ്ഞുതരാം. നമ്മുടെ അമ്മമാരൊക്കെ കത്തിയൊക്കെ ഉപയോഗിച്ചിട്ട് കുറച്ച് നാൾ പുറത്തിട്ടിരുന്നാൽ പെട്ടെന്ന് തുരുമ്പടിക്കോ അതോ ഒരു 1-2 ആഴ്ചകൾ കഴിഞ്ഞിട്ടാണോ തുരുമ്പടിക്കണേ? എപ്പോഴും 1-2 ആഴ്ചകൾ കഴിഞ്ഞതിന് ശേഷമാണ് റസ്റ്റിങ് സംഭവിക്കുന്നത്. ഇനി നമ്മുടെ ഡയമണ്ട്, നമ്മൾ യൂസ് ചെയ്യുന്ന ഡയമണ്ടൊക്കെ ഗ്രാഫൈറ്റ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ വാങ്ങിക്കുന്ന സമയത്ത് തന്നെ ഈ ഡയമണ്ടൊക്കെ ഗ്രാഫൈറ്റ് ആയിട്ട് മാറുന്നുണ്ടോ? ഇല്ല അല്ലേ. വർഷങ്ങൾ സമയമെടുത്ത് ബില്യൺസ് ഓഫ് ഇയേഴ്സ് എടുത്തിട്ടാണ് ഈ ഒരു മാറ്റം സംഭവിക്കുന്നത്. ഇവിടെ തന്നെ നമ്മളിപ്പോൾ 3 റിയാക്ഷനുകൾ പറഞ്ഞു, 3 കെമിക്കൽ റിയാക്ഷൻസ് പറഞ്ഞു. അത് 3ഉം നടക്കുന്നത് ഡിഫറെന്റ് സ്പീഡിലല്ലേ. ആദ്യത്തെ റിയാക്ഷൻ വളരെ വേഗം നടക്കുന്നത് അല്ലേ, ഒരു പെട്ടെന്നാണ് നടക്കുന്നത്. ഇപ്പോൾ സോഡിയം എടുത്ത് വെള്ളത്തിലൊക്കെ ഇടുന്നു, പെട്ടെന്നാണ് റിയാക്ഷൻ നടക്കുന്നത്. അതുപോലെയാണോ റസ്റ്റിംഗ് ഓഫ് അയൺ നടക്കുന്നത്? അല്ല. അതുപോലെയാണോ ഈ ഗ്രാഫൈറ്റും ഡയമണ്ടിന്റെ റിയാക്ഷൻ നടക്കുന്നത്? അല്ല. അങ്ങനെ ഓരോ റിയാക്ഷനുകൾക്കും ഓരോ സമയമാണുള്ളത്. ഇത് നമ്മൾ എങ്ങനെ നിർണ്ണയിക്കും? ഈ സമയം എന്ത് ഫാക്ടേഴ്സിനെയാണ് അഫക്റ്റ് ചെയ്യുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ചത്. നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടോ ഇപ്പോൾ അല്ലേ? നമ്മൾ അതല്ലേ പഠിച്ചത്. എങ്ങനെയാണ് റേറ്റ്, എന്തിനൊക്കെയാണ് റേറ്റ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, ഓരോ ഫാക്ടർ, നമ്മൾ കുറേ ഫാക്ടേഴ്സ് പഠിച്ചു. ഓരോ ഫാക്ടേഴ്സും എങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, അവരിൽ നിന്നും നമ്മൾ കുറച്ച് ടേംസ് വന്നു അല്ലേ. അതിൽ നിന്നും കുറച്ച് ഇക്വേഷൻസ് ഒക്കെ വന്നിരുന്നു. ഇക്വേഷൻസിൽ നിന്ന് കുറച്ച് പ്രോബ്ലം ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ഈ ചാപ്റ്ററിന്റെ ഒരു ഏകദേശം ധാരണ ഓർമ്മ വന്നു. അപ്പൊ നമുക്ക് ഓരോ സെക്ഷൻ ആയിട്ട് പോയാലോ. ആദ്യം നമ്മൾ എന്താ പഠിച്ചേ? എന്താണ് കെമിക്കൽ കൈനറ്റിക്സ്? നോക്കിക്കേ, ദ ബ്രാഞ്ച് ഓഫ് കെമിസ്ട്രി ദാറ്റ് ഡീൽസ് വിത്ത് ദ റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ റേറ്റ് ആൻഡ് ദ മെക്കാനിസം ഓഫ് റിയാക്ഷൻ. അപ്പോൾ കെമിക്കൽ കൈനറ്റിക്സ് എന്ന് പറഞ്ഞാൽ കെമിസ്ട്രിയുടെ ഒരു ബ്രാഞ്ച് ആയിരുന്നു. എന്തിനെ പറ്റി ഡീൽ ചെയ്യുന്നതാണ്? നോക്കിക്കേ, റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ, ഒരു കെമിക്കൽ റിയാക്ഷന്റെ റേറ്റ് കണ്ടുപിടിക്കുന്നു. എന്താണ് ഈ റേറ്റിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ റേറ്റ് ആൻഡ് മെക്കാനിസം ഓഫ് ദ റിയാക്ഷൻ. ഈ കാര്യങ്ങളൊക്കെ പഠിക്കുന്ന സയൻസിന്റെ ഒരു ബ്രാഞ്ച്, കെമിസ്ട്രിയുടെ ഒരു ബ്രാഞ്ചാണ് എന്ത്? കെമിക്കൽ കൈനറ്റിക്സ് എന്ന് പറയുന്നത്. അപ്പൊ കെമിക്കൽ കൈനറ്റിക്സ് എന്താണ് എന്നൊരു ധാരണ എല്ലാവർക്കും കിട്ടിയോ? ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത് എന്താണ് പഠിക്കാനുള്ളത്? ഇപ്പൊ കെമിക്കൽ കൈനറ്റിക്സ് എന്താണെന്ന് മനസ്സിലായി. ഇനി നമുക്ക് റേറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ ആണ് ഈ ഒരു ചാപ്റ്ററിൽ മുഴുവൻ നമുക്ക് പഠിക്കാനുള്ളത്. എന്താണ് റേറ്റ്? അപ്പൊ റേറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ, നോക്കിക്കേ, ഒരു റിയാക്ഷൻ സംഭവിക്കുന്നു, R gives P. അതായത് റിയാക്റ്റന്റുകൾ
പ്രൊഡക്റ്റായി മാറുന്നു. അതല്ലേ നമ്മുടെ കെമിക്കൽ റിയാക്ഷനിൽ സംഭവിക്കുന്നത്. റിയാക്റ്റന്റ് റിയാക്ട് ചെയ്ത് പ്രോഡക്റ്റുകളായിട്ട് മാറുന്നു. അപ്പൊ ഈ ടൈം പ്രൊസീഡ് ചെയ്യുന്നതിനനുസരിച്ച് റിയാക്ഷൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്താ സംഭവിക്കുന്നത്? റിയാക്റ്റന്റുകളുടെ കോൺസെൻട്രേഷൻ കുറഞ്ഞുകൊണ്ടിരിക്കും, പ്രോഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ കൂടിക്കൊണ്ടിരിക്കും അല്ലേ. ടൈം പ്രൊസീഡ് ചെയ്യുന്നതിനനുസരിച്ച് റിയാക്റ്റന്റുകളുടെ കോൺസെൻട്രേഷൻ കുറയുകയും പ്രോഡക്റ്റുകളുടെ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യുകയും ചെയ്യും. ആണോ? ആണ്. അപ്പൊ നമുക്ക് ഈ റേറ്റിനെ എങ്ങനെ പറയാം? റേറ്റിനെ ഒന്നുകിൽ നമുക്ക് ഇൻക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് ആരുടെ കോൺസെൻട്രേഷൻ ആണ് കൂടുന്നത്? ആരുടെ കോൺസെൻട്രേഷൻ? പ്രോഡക്റ്റിന്റെ. ഇൻക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ് ബൈ ടൈം എന്ന് എഴുതാം. അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഇതിനെ എങ്ങനെ എഴുതാം? ഡിക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റന്റ് എന്ന് എഴുതി കൂടെ? അങ്ങനെയും എഴുതാം. അതായത് ഡിക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റന്റ് ബൈ ടൈം. ഇത് രണ്ടും എന്താണ്? ഇത് രണ്ടും റേറ്റ് ആണ്. അപ്പൊ നമുക്ക് ചുരുക്കത്തിൽ ഇത് രണ്ടും കൂടെ ചേർത്ത് എങ്ങനെ എഴുതാൻ പറ്റും? ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ബൈ ടൈം എന്ന് കൊടുത്താൽ പോരെ? അപ്പൊ റേറ്റിനെ എങ്ങനെ എഴുതാം? ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ബൈ ടൈം. ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ബൈ ടൈം എന്ന് നമുക്ക് കൊടുക്കാം. അപ്പൊ റേറ്റ് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കോൺസെൻട്രേഷനിൽ ഉണ്ടാവുന്ന വ്യത്യാസം ബൈ ടൈം ആണ് എന്ത്? റേറ്റ് എന്ന് പറയുന്നത്. അതല്ലേ ഇവിടെ കൊടുത്തിരിക്കുന്ന നോക്കിക്കേ. ദ റേറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ ഈസ് ദ ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് എനി വൺ റിയാക്റ്റന്റ് ഓർ പ്രോഡക്റ്റ് ഇൻ യൂണിറ്റ് ടൈം. യൂണിറ്റ് ടൈമിൽ പ്രോഡക്റ്റിന്റെയോ റിയാക്റ്റന്റുകളുടെയോ കോൺസെൻട്രേഷനിൽ ഉണ്ടാകുന്ന ആ ചേഞ്ചിനെ നമുക്ക് എന്ത് പറയാം? റേറ്റ് എന്ന് പറയാം. അപ്പൊ റേറ്റ് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ബൈ ടൈം. അപ്പൊ ഇത് ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് രണ്ട് ടേമുകൾ നമ്മളവിടെ പഠിച്ചായിരുന്നു റേറ്റിന്റെ കൂടെ അല്ലേ. ആദ്യം പഠിച്ച രണ്ട് ടേമുകൾ എന്തായിരുന്നു? എന്താണ് ആവറേജ് റേറ്റ്, എന്താണ് ഇൻസ്റ്റന്റേനിയസ് റേറ്റ്. അപ്പൊ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരുന്നൊരു ഫീൽഡാണ്. ഒരു റിയാക്ഷൻ തരും, ആ റിയാക്ഷൻ തന്നിട്ട് ആവറേജ് റേറ്റും ഇൻസ്റ്റന്റേനിയസ് റേറ്റും കണ്ടുപിടിക്കാൻ ചോദിക്കും. അപ്പൊ എന്താണ് ആവറേജ് റേറ്റ്, ഇൻസ്റ്റന്റേനിയസ് റേറ്റ്? മക്കളെ ആവറേജ് നോർമലി നമ്മൾ എന്ത് പറയുന്നു? അതാ ഇപ്പം ഇവിടെ നിൽക്കുകയാണ് ഒരാള്, ഇവിടുന്ന് ഈ ഒരു ഡിസ്റ്റൻസിലെത്തുന്നു. അപ്പോൾ ഇവർ തമ്മിലുള്ള ആ ഡിസ്റ്റൻസിനെ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ആവറേജ് റേറ്റ് കിട്ടും. ഓക്കെ ആണല്ലോ. ഇപ്പം റിയാക്ഷനിലോട്ട് വരുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും ഇതിനെ? നമുക്കൊരു റിയാക്ഷൻ കൺസിഡർ ചെയ്യാം. ഒരു റിയാക്ഷൻ എ പ്ലസ് ബി ഗീവ്സ് സി പ്ലസ് ഡി. ഇവിടെ ഏതാണ്ട് ഈ സ്മോൾ എ ബി സി ഡി ഇവരെല്ലാം എന്താണ്? നമ്പർ ഓഫ് മോൾസ് ആണ്. ഇവരെല്ലാം നമ്പർ ഓഫ് മോൾസ് ആണ്. മക്കളെ നോക്കിക്കേ, റിയാക്ഷൻ പ്രൊസീഡ് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു റിയാക്റ്റന്റുകളുടെ കോൺസെൻട്രേഷൻ കുറയുകയും പ്രോഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ കൂടുകയും ചെയ്യും. അപ്പൊ നോക്കിക്കേ, റിയാക്റ്റന്റുകളുടെ കോൺസെൻട്രേഷൻ കുറയുന്നു. അപ്പൊ നമുക്ക് ആദ്യം കോൺസെൻട്രേഷൻ ഓഫ് എ ബൈ ചേഞ്ച് ഇൻ ടൈം ആണല്ലോ. ടൈമിനെ നമ്മൾ ഡെൽറ്റ ടി എന്ന് കൊടുത്തു. ഇനി നോക്കിക്കേ, ഇവിടെ ഈ നമ്പർ ഓഫ് മോൾസിനെ നമുക്ക് എങ്ങനെ കൊടുക്കും? 1/a എന്ന് കൊടുക്കാം. ഇനി റിയാക്റ്റന്റുകളുടെ കോൺസെൻട്രേഷൻ കുറയുകയല്ലേ, അപ്പൊ ഇവിടെ എന്ത് വരും? ഒരു മൈനസ് വരും. അപ്പൊ -1/a കോൺസെൻട്രേഷൻ ഓഫ് എ ബൈ ഡെൽറ്റ ടി. അതേ ഈസ് ഈക്വൽ ടു എന്താണ്? അടുത്ത റിയാക്റ്റന്റ് നോക്കിക്കേ, ബി ആണ്. അപ്പം -1/b കോൺസെൻട്രേഷൻ ഓഫ് ബി ബൈ ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു. ഇനി നമ്മൾ പ്രോഡക്റ്റിന്റെ എഴുതാൻ പോവാം. അപ്പൊ അവിടെ മൈനസിന്റെ ആവശ്യമുണ്ടോ? ഇല്ല. പ്രോഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ കൂടുകയാണ്. റിയാക്ഷൻ പ്രൊസീഡ് ചെയ്യുന്നതിനനുസരിച്ച് പ്രോഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ കൂടണം അല്ലേ. അപ്പൊ അവിടെ മൈനസിന്റെ ആവശ്യമില്ല. അപ്പൊ 1/c കോൺസെൻട്രേഷൻ ഓഫ് C by delta T is equal to 1/d concentration of D by delta T എന്ന് എഴുതാം. ഇങ്ങനെയാണ് നമ്മൾ ആവറേജ് റേറ്റിനെ എഴുതുന്നത്. ഓക്കെ, ഇനി എന്താണ് ഇൻസ്റ്റന്റേനിയസ് റേറ്റ്? മക്കളെ നമ്മൾ പറഞ്ഞു ഇങ്ങനെ ട്രാവൽ ചെയ്യുന്ന പോകുന്ന സമയത്ത് ഇപ്പം ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ 10 സെക്കൻഡിൽ 10ാമത്തെ സെക്കൻഡിൽ ആൾ എവിടെ എത്തിയിരിക്കുന്നു? ആ ഒരു ഇൻസ്റ്റന്റിലെ റേറ്റ് പറയുന്നതാണ് എന്ത്? ഇൻസ്റ്റന്റേനിയസ് റേറ്റ്. അതെങ്ങനെ എഴുതുമെന്ന് ചോദിച്ചാൽ ഒരു വ്യത്യാസമില്ല. ഇവിടെ നമ്മൾ ഡെൽറ്റ ഇട്ടല്ലേ എഴുതിയത്. ആ ഡെൽറ്റ ഇട്ടെടുത്തെല്ലാം എന്താക്കിയാൽ മതി? ഡി കൊണ്ട് റീപ്ലേസ് ചെയ്താൽ മതി. അപ്പം നമുക്ക് ഈ ഇക്വേഷൻ തന്നെ എടുക്കാം. ഈ സെയിം ഇക്വേഷൻ എ പ്ലസ് ബി ബി ഗീവ് സി പ്ലസ് ഡി എന്ന് എടുക്കുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? -1/a ഡി എ ബൈ ഡി ടി. ഇവിടെ ഡെൽറ്റ ഉണ്ടേ, ഇവിടെ എല്ലാം ഡെൽറ്റ. ഓക്കെ, ഡി എ ബൈ ഡി ടി ഇസ് ഈക്വൽ ടു -1/b
d concentration of b by dt is equal to 1 by c d concentration of c by dt is equal to 1 by d concentration of d by dt. ഇങ്ങനെയാണ് നമ്മൾ ഇൻസ്റ്റന്റേനിയസ് റേറ്റ്. അപ്പോൾ ആവറേജ് റേറ്റും ഇൻസ്റ്റന്റേനിയസ് റേറ്റും എഴുതാൻ മനസ്സിലായോ? ആവറേജ് റേറ്റ് എഴുതുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? റിയാക്ടന്റുകളുടെ ഭാഗത്ത് ആ നെഗറ്റീവ് സൈൻ കൊടുക്കണം. നെഗറ്റീവ് സൈൻ കൊടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാ? നമ്മൾ പറഞ്ഞു റിയാക്ടന്റുകളുടെ കോൺസെൻട്രേഷൻ ഡിക്രീസ് ചെയ്യുകയാണ്. ടൈം ഇംപ്രൂവ് ആവുന്നതിനനുസരിച്ച് റിയാക്ടന്റുകളുടെ കോൺസെൻട്രേഷൻ കുറയുന്നു. ആ കുറവ് കാണിക്കാനാണ് നമ്മൾ നെഗറ്റീവ് കൊടുക്കുന്നത്. എന്നാൽ പ്രോഡക്റ്റിന്റെ ഭാഗത്ത് ആ നെഗറ്റീവ് വേണോ? വേണ്ട. കാരണം പ്രോഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ ടൈം ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ നെഗറ്റീവിന്റെ ആവശ്യമില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ ചേഞ്ച് ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി, ടൈമിലുള്ള ചേഞ്ച്, ഇത്രയേ ഉള്ളൂ. ഇനി ഇൻസ്റ്റന്റേനിയസ് റേറ്റിലോട്ട് വന്നപ്പോൾ എന്താ ചെയ്തത്? അവിടെ നമ്മൾ എന്ത് ഉപയോഗിച്ചു? ഡെൽറ്റ ഉപയോഗിച്ചപ്പോൾ അതിനെ റീപ്ലേസ് ചെയ്ത് ഡി കൊടുത്തു. ആ ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റന്റിലെ റേറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി. സിമ്പിൾ അല്ലേ? ഇത്രയേ ഉള്ളൂ. ആവറേജ് റേറ്റും ഇൻസ്റ്റന്റേനിയസ് റേറ്റും എഴുതാൻ നമുക്ക് ക്വസ്റ്റ്യൻ വരും. അപ്പം നമുക്ക് യൂണിറ്റ് ഓഫ് എ റേറ്റ് ഓഫ് റിയാക്ഷൻ അതുകൂടെ കഴിഞ്ഞിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാം. യൂണിറ്റ് ഓഫ് എ റേറ്റ് ഓഫ് റിയാക്ഷൻ എങ്ങനെയാ മക്കളെ റേറ്റ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? റേറ്റിന്റെ ഇക്വേഷൻ നമുക്കറിയാം. എന്തായിരുന്നു റേറ്റിന്റെ ഇക്വേഷൻ? ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ബൈ ടൈം അല്ലേ? ചേഞ്ച് ഇൻ ടൈം അല്ലേ? അതാണ് നമ്മുടെ റേറ്റിന്റെ ഇക്വേഷൻ. അപ്പൊ ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ എന്താണ്? കോൺസെൻട്രേഷന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്, കോൺസെൻട്രേഷന്റെ യൂണിറ്റ് എന്താണ്? മോൾ പെർ ലിറ്റർ ആണ് ബൈ ടൈം. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? മോൾ പെർ ലിറ്റർ പെർ ടൈം എന്ന് എഴുതാം. അപ്പോൾ ദാറ്റ് ഈസ് മോൾ ലിറ്റർ ഇൻവേഴ്സ് സെക്കൻഡ് ഇൻവേഴ്സ് അല്ലേ? അപ്പൊ ഇതാണ് യൂണിറ്റ് ഓഫ് റേറ്റ് ഓഫ് റിയാക്ഷൻ. ഒരു റേറ്റ് ഓഫ് റിയാക്ഷന്റെ യൂണിറ്റ് എന്താണ്? മോൾ ലിറ്റർ ഇൻവേഴ്സ് സെക്കൻഡ് ഇൻവേഴ്സ് ആണ്. ഓക്കെ, നോക്കിക്കേ. If concentration is expressed in mole liter inverse and time is in second, the unit of rate of reaction is mole liter inverse second inverse. അല്ലേ? കോൺസെൻട്രേഷന്റെ യൂണിറ്റ് മോൾ പെർ ലിറ്റർ ആണ്, ടൈമിന്റെ സെക്കൻഡ് ആണ്. അപ്പം മോൾ ലിറ്റർ ഇൻവേഴ്സ് നമ്മുടെ റേറ്റിന്റെ ഇക്വേഷൻ യൂണിറ്റ് എങ്ങനെ വരും? മോൾ ലിറ്റർ ഇൻവേഴ്സ് സെക്കൻഡ് ഇൻവേഴ്സ്. ഇൻ ജനറൽ ഡയമെൻഷൻ ഓഫ് റേറ്റ് ഓഫ് റിയാക്ഷൻ ഈസ് കോൺസെൻട്രേഷൻ, ദാറ്റ് ഈസ് ടൈം ഇൻവേഴ്സ് ആണ്. ഇനി നോക്കിക്കേ, ഇത് നമ്മൾ ലിക്വിഡിന്റെ കേസിലാണ് പറയുന്നത്. ഇനി ഗ്യാഷ്യസ് സ്റ്റേറ്റ് ആണെങ്കിൽ കോൺസെൻട്രേഷന് പകരം ഏത് ടേം നമ്മൾ യൂസ് ചെയ്യും? പാർഷ്യൽ പ്രഷർ യൂസ് ചെയ്യും. അപ്പൊ എന്ത് മാറും? ഇക്വേഷൻ മാറി, യൂണിറ്റ് മാറിയിട്ട് ATM സെക്കൻഡ് ഇൻവേഴ്സ് എന്ന് വരും. അങ്ങനെ അധികം അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല, ക്വസ്റ്റ്യൻസ് അങ്ങനെ വന്നിട്ടില്ല. കൂടുതൽ നമ്മൾ ഏതാ യൂസ് ചെയ്യുന്നത്? മോൾ ലിറ്റർ ഇൻവേഴ്സ് സെക്കൻഡ് ഇൻവേഴ്സ് ആണ്. പക്ഷേ ഇത് നിങ്ങളുടെ NCERT പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് പഠിച്ചു വെച്ചിരിക്കുക. എന്താണ്? ആ കോൺസെൻട്രേഷന്റെ ടേം മാറി പാർഷ്യൽ പ്രഷറിന്റെ ടേം വരും. അപ്പോൾ യൂണിറ്റ് മാറും. എന്താണ് യൂണിറ്റ് വരിക? ATM സെക്കൻഡ് ഇൻവേഴ്സ് എന്ന് വരും. ജസ്റ്റ് അതൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. അപ്പോൾ യൂണിറ്റ് ഓഫ് റേറ്റ് ഓഫ് റിയാക്ഷൻ എന്ന് പറയുന്നത് മോൾ ലിറ്റർ ഇൻവേഴ്സ് സെക്കൻഡ് ഇൻവേഴ്സ്. ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ ഈ രണ്ട് ക്വസ്റ്റ്യൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ ക്വസ്റ്റ്യന്റെ ആവറേജ് റേറ്റും ഇൻസ്റ്റന്റേനിയസ് റേറ്റും നിങ്ങൾ നോക്കണം. നോക്കിക്കേ, ഇതിന്റെ ആവറേജ് റേറ്റ് നമ്മൾ എങ്ങനെയായിരുന്നു ആവറേജ് റേറ്റ് എടുക്കുന്നത്? എങ്ങനെയായിരുന്നു നമ്മൾ എടുത്തത്? റിയാക്ടന്റ് ഈക്വൽ ടു പ്രോഡക്റ്റ് ആക്കി നമ്മൾ എഴുതുകയാണ്. അപ്പൊ എങ്ങനെ വരും? റിയാക്ടന്റിന്റെ ഭാഗത്ത് നെഗറ്റീവ് വേണ്ടേ? വേണം. ഇവിടെ പ്രത്യേകിച്ച് കോഎഫിഷ്യന്റ് ഒന്നുമില്ല. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതും? മൈനസ് കോൺസെൻട്രേഷൻ ഓഫ് ഡെൽറ്റ, മൈനസ് ഡെൽറ്റ കോൺസെൻട്രേഷൻ ഓഫ് Hg by delta T is equal to, അടുത്ത Cl2 റിയാക്ടന്റ് അല്ലേ? അപ്പൊ അവിടെയും നെഗറ്റീവ് വേണ്ടേ? വേണം. അപ്പൊ മൈനസ് ഡെൽറ്റ കോൺസെൻട്രേഷൻ ഓഫ് Cl2 ബൈ ഡെൽറ്റ ടി. അടുത്ത പ്രൊഡക്റ്റിന്റെ ഭാഗം എത്തി. പ്രൊഡക്റ്റിന്റെ ഭാഗത്ത് നമുക്ക് നെഗറ്റീവ് സൈൻ വേണോ? വേണ്ട. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതും? ഡെൽറ്റ കോൺസെൻട്രേഷൻ ഓഫ് HgCl2 ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. സിമ്പിൾ അല്ലേ? ഇത്ര എഴുതാം. ഇനി ഇൻസ്റ്റന്റേനിയസ് റേറ്റ് എങ്ങനെയാണ്? ഇൻസ്റ്റന്റേനിയസ് റേറ്റ് എങ്ങനെ എഴുതും നമ്മൾ? ഡെൽറ്റ കൊടുത്ത ഭാഗത്തെല്ലാം എന്താക്കിയാൽ മതി? ഡി ആക്കിയാൽ മതി. ദാറ്റ് ഈസ് മൈനസ് ഡി കോൺസെൻട്രേഷൻ ഓഫ് Hg ബൈ ഡി ടി ഈസ് ഈക്വൽ ടു മൈനസ് ഡി കോൺസെൻട്രേഷൻ ഓഫ് Cl2 ബൈ ഡി ടി. ദാറ്റ് ഈസ് ഈക്വൽ ടു ഡി കോൺസെൻട്രേഷൻ ഓഫ് HgCl2 ബൈ ഡി ടി ആണ്. സിമ്പിൾ അല്ലേ? മനസ്സിലായില്ലേ? ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എപ്പോഴും കുട്ടികൾ തെറ്റിക്കുന്നത് ഈക്വൽ ടു ഇട്ടിക്കുന്നില്ലേ? അവിടെ എല്ലാവരും എന്തിടും? റിയാക്ടന്റ് ഒക്കെ അങ്ങ് പ്ലസ് ഇടും, പ്രോഡക്റ്റിന്റെ അവിടെ അങ്ങ് പ്ലസ് ഇടും. പക്ഷെ പ്ലസ് ആണോ? അല്ല, ഈക്വൽ ടു സൈൻ ആണ് ഇടേണ്ടത്. ശ്രദ്ധിച്ചോണേ അത്. പിന്നെ ഇൻസ്റ്റന്റേനിയസ് റേറ്റ് എന്താ നമ്മൾ ചെയ്തത്? ആവറേജ് റേറ്റിൽ നമ്മൾ ഡെൽറ്റ കൊടുത്തെടുത്തെല്ലാം നമ്മൾ ഡി ആക്കി എഴുതി. സിമ്പിൾ അല്ലേ? അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. N2 + 3H2 gives 2NH3. ഇവിടുത്തെ ആവറേജ് റേറ്റ് നമ്മൾ എങ്ങനെ എഴുതാം?
ആവറേജ് റേറ്റ് ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതും? റിയാക്ടന്റിന്റെ ഭാഗത്ത് നെഗറ്റീവ് വരണം. അപ്പോൾ മൈനസ് ഡെൽറ്റ കോൺസെൻട്രേഷൻ ഓഫ് N2 ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു, ഇവിടെ നോക്കിക്കേ, ഇവിടെ ഒരു സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റ് ഉണ്ടല്ലോ. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതും? മൈനസ് 1/3 ഡെൽറ്റ കോൺസെൻട്രേഷൻ ഓഫ് H2 ബൈ ഡെൽറ്റ ടി ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെയുണ്ട്. അപ്പോൾ പക്ഷെ അവിടെ നെഗറ്റീവ് വേണോ? വേണ്ട, കാരണം പ്രോഡക്റ്റ് ആണ്. അപ്പോൾ 1/2 ഡെൽറ്റ കോൺസെൻട്രേഷൻ ഓഫ് NH3 ബൈ ഡെൽറ്റ ടി. ഇങ്ങനെയാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഇൻസ്റ്റന്റേനിയസ് റേറ്റും ആവറേജ് റേറ്റും മെയിനായിട്ട് നിങ്ങൾക്ക് ഓണം എക്സാമിനൊക്കെ ചോദിക്കും. ഒരു മാർക്കിനൊക്കെ ഇങ്ങനെ ഒരു റിയാക്ഷൻ തരും, അതിന്റെ ഇൻസ്റ്റന്റേനിയസ് റേറ്റും ആവറേജ് റേറ്റും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഈ ക്വസ്റ്റ്യൻ തന്നെ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യത്തെ ഒരു സെക്ഷൻ കഴിഞ്ഞു. നമ്മുടെ റേറ്റ് എന്താണ്, റേറ്റിന്റെ യൂണിറ്റ് എന്താണ്, ആവറേജ് റേറ്റ് എന്താണ്, ഇൻസ്റ്റന്റേനിയസ് റേറ്റ് എന്താണ്, ഒരു റിയാക്ഷൻ തന്നാൽ അതിന്റെ ആവറേജ് റേറ്റ് എങ്ങനെ എഴുതും, അതിന്റെ ഇൻസ്റ്റന്റേനിയസ് റേറ്റ് എങ്ങനെ എഴുതും. ഇനി നമ്മൾ ഈ സെക്ഷന്റെ ഈ പാഠത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗം നമ്മൾ അന്ന് പഠിച്ചപ്പോഴേ പറഞ്ഞു, വളരെ പ്രധാനപ്പെട്ട പാഠം. നമ്മൾ ചാപ്റ്ററിന്റെ തുടക്കത്തിലെ കെമിക്കൽ കൈനറ്റിക്സ് എന്ന് പറഞ്ഞപ്പോഴേ എന്താ പറഞ്ഞേ? നമുക്ക് ഒരു റിയാക്ഷന്റെ സ്പീഡ് എങ്ങനെയാണ്, സ്പീഡ് കണ്ടുപിടിക്കണം, അതായത് റേറ്റ് കണ്ടുപിടിക്കണം. അതിന്റെ കൂടെ തന്നെ നമ്മൾ എന്താ പറഞ്ഞേ? ഈ റേറ്റിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് ഒന്ന് ഓർത്ത് നോക്കിക്കേ. എന്തൊക്കെയായിരുന്നു റേറ്റിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്? ഫസ്റ്റ് നമ്മൾ പഠിച്ച എന്താണ്? കോൺസെൻട്രേഷൻ എങ്ങനെയാണ് ഒരു റിയാക്ഷന്റെ റേറ്റിനെ അഫക്റ്റ് ചെയ്യുന്നത്. രണ്ട്, നമ്മൾ ടെമ്പറേച്ചർ പഠിച്ചു അല്ലേ. നമുക്ക് സ്വാഭാവികമായിട്ടും നമുക്കറിയാം, നമുക്ക് തന്നെ പരീക്ഷ സമയത്തൊക്കെ ഒന്ന് ചൂട് വരുമ്പോഴല്ലേ നമ്മുടെ റിയാക്ഷൻ നമ്മൾ പെട്ടെന്ന് പഠിക്കുക. അതുപോലെ തന്നെയാണ് റിയാക്ടന്റുകൾക്ക് എന്താണ്? ടെമ്പറേച്ചർ കൂടുമ്പം അവർ പെട്ടെന്ന് റിയാക്ഷന് വിധേയമാകും. അതെങ്ങനെ അഫക്റ്റ് ചെയ്യുന്നു അതിനെപ്പറ്റി ആഴത്തിൽ നമ്മളിവിടെ പഠിച്ചതാണ് അല്ലേ. പിന്നെ ഏതായിരുന്നു? സർഫസ് ഏരിയ നമ്മൾ പഠിച്ചില്ലേ. സർഫസ് ഏരിയ പഠിച്ചപ്പോൾ ടീച്ചർ കുറെ പറഞ്ഞു തന്നില്ലേ. എന്തൊക്കെയാ പറഞ്ഞത്? സർഫസ് ഏരിയ നമ്മൾ ഒരു റിയാക്ഷൻ നടത്തുകയാണ്. ഇപ്പോൾ ഒരു നമ്മുടെ ഈ കോസ്മെറ്റിക് ഐറ്റംസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ എന്തുകൊണ്ടായിരിക്കും അതൊക്കെ വളരെ മൈന്യൂട്ടായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഇപ്പോൾ നമ്മൾ പറയുമ്പോൾ തന്നെ പല കാര്യങ്ങളും നമ്മൾ മുഖത്തും കയ്യിലും ഒക്കെ അപ്ലൈ ചെയ്യും അല്ലേ. അങ്ങനെ അപ്ലൈ ചെയ്യുന്ന സാധനങ്ങളെല്ലാം നമ്മൾ പൊടിച്ചാണ് എടുക്കുന്നത് അല്ലേ. ഇപ്പോൾ എല്ലാ സാധനങ്ങളും നമ്മൾ അതേപോലെ എടുത്ത് തേക്കത്തില്ല, ഒന്ന് പൊടിച്ച് തേക്കും. അതെന്തുകൊണ്ടായിരിക്കും? അതായത് പൊടിക്കുമ്പോൾ അതിൻ്റെ സർഫസ് ഏരിയ കൂടും. നോക്കിക്കേ മക്കളെ, അതായത് ഇങ്ങനെ ഇരിക്കുന്ന ഒരു സാധനമാണെന്നിരിക്കട്ടെ. അപ്പൊ അതിന് കുറച്ച് 4 സർഫസ് ഉണ്ട് അല്ലെ. ഇതിനെ വീണ്ടും ടീച്ചർ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? അതിന്റെ സർഫസ് ഏരിയ കൂടുകയല്ലേ. സർഫസ് ഏരിയ കൂടുമ്പോൾ നമ്മുടെ സ്കിന്നിലേക്കൊക്കെ പെട്ടെന്ന് അബ്സോർപ്ഷൻ നടക്കത്തില്ലേ. അപ്പൊ സർഫസ് ഏരിയയും ഒരു റിയാക്ഷനെ അഫക്റ്റ് ചെയ്യുന്നില്ലേ. സിമ്പിൾ അല്ലേ? നിങ്ങൾക്ക് മനസ്സിലാക്കിക്കൂടെ? നമ്മളൊരു പാചകം ചെയ്യുന്നുണ്ടെങ്കിൽ ഈ പച്ചക്കറികളൊക്കെ നമ്മൾ അതേപോലെ എടുത്താണോ ഇടുന്നത്? അല്ല, നമ്മൾ കട്ട് ചെയ്തിടും അല്ലേ. അപ്പൊ പെട്ടെന്ന് എന്ത് കിട്ടും? അബ്സോർപ്ഷൻ നടക്കും അല്ലേ. അപ്പൊ എന്താണ്? സർഫസ് ഏരിയ കൂടുമ്പം പെട്ടെന്ന് അബ്സോർപ്ഷൻ നടക്കും. അപ്പോൾ സർഫസ് ഏരിയയും റിയാക്ഷനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു ഫാക്ടർ അല്ലേ? ആണ്. പിന്നെ നമ്മൾ എന്താ പഠിച്ചേ? കാറ്റലിസ്റ്റുകൾ. നിങ്ങൾ പണ്ടേ പഠിച്ചിട്ടുള്ളതാണ്. കാറ്റലിസ്റ്റ് ഒരു റേറ്റിനെ കൂട്ടുന്നവരാണ് കാറ്റലിസ്റ്റുകൾ. അപ്പൊ നമ്മളത് പഠിച്ചാണ്. പിന്നെ പ്രഷറും എന്തിനെ കൂട്ടുന്നതാണ്? റിയാക്ഷനെ പ്രഷർ എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നു അത് നമ്മൾ ഗ്യാസിയസ് റിയാക്ഷന്റെ കേസിൽ മാത്രമാണ് പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ കാര്യങ്ങളാണ്, ഈ ഫാക്ടറുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഏതൊക്കെയാണ്? നേച്ചർ ഓഫ് ദ റിയാക്ടന്റ്, കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്ടന്റ്, ടെമ്പറേച്ചർ, പ്രഷർ, കാറ്റലിസ്റ്റ് ആൻഡ് റേഡിയേഷൻ അല്ലെങ്കിൽ ലൈറ്റ് അല്ലേ. ചില റിയാക്ഷനുകൾ ലൈറ്റിന്റെ പ്രസൻസിലല്ലേ നടക്കുന്നത് ആണ്. അപ്പൊ ലൈറ്റിന്റെ പ്രസൻസ്, ലൈറ്റ് എങ്ങനെയാണ് ഒരു റിയാക്ഷന്റെ റേറ്റിനെ അഫക്റ്റ് ചെയ്യുന്നത്, ഈ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇനി അങ്ങോട്ട് പഠിക്കാനുള്ളത്. അപ്പൊ ഇത് മാത്രം സത്യം പറഞ്ഞാൽ ഇപ്പൊ കോൺസെൻട്രേഷൻ എന്ന ടേമിൽ തന്നെ നമുക്ക് കുറേ കാര്യങ്ങൾ വരുന്നുണ്ട് അല്ലേ. പുതിയ കുറച്ച് പദങ്ങളൊക്കെ നിങ്ങൾ അവിടെ പഠിച്ചു. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അതിൽ ആദ്യം വരുന്നത് ആരാണ്? നമ്മുടെ കോൺസെൻട്രേഷൻ. അപ്പൊ കോൺസെൻട്രേഷൻ എങ്ങനെയാണ് റിയാക്ടന്റിന്റെ റേറ്റിനെ അഫക്റ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് കോൺസെൻട്രേഷൻ ഭാഗത്തേക്ക് പോകാം. അപ്പൊ ഈ കോൺസെൻട്രേഷൻ പഠിക്കുമ്പോൾ അതിന്റെ കൂടെ തന്നെ നമ്മൾ പഠിച്ചൊരു കാര്യമാണ് റേറ്റ് ലോ. എന്തായിരുന്നു മക്കളെ റേറ്റ് ലോ എന്ന് പറയുന്നത്? ഒരു റിയാക്ഷന്റെ റേറ്റിനെയും അതിന്റെ കോൺസെൻട്രേഷനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു എക്സ്പ്രഷൻ, ഒരു റേറ്റ് എക്സ്പ്രഷൻ ആണ് എന്ത്? റേറ്റ് ലോ എന്ന് പറയുന്നത്. അത് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മളിപ്പോൾ ഒരു റിയാക്ഷൻ AA പ്ലസ് BB ഗീവ്സ് CC പ്ലസ് DD അല്ലെങ്കിൽ ഗീവ്സ് പ്രോഡക്റ്റ് എന്നൊരു റിയാക്ഷൻ എടുക്കാം. അപ്പൊ ഇതിന്റെ റേറ്റ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു? കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റുകളെ ഡിപ്പെൻഡ് ചെയ്യുന്നു. എടുക്കുന്ന റിയാക്ടന്റുകളുടെ കോൺസെൻട്രേഷനെ, റേറ്റ് പ്രൊപ്പോർഷണൽ ടു കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ്, അപ്പൊ നമുക്കിതിനെ എങ്ങനെ എഴുതാം? റേറ്റ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു എങ്ങനെ എഴുതാം?
ഇവിടെ റിയാക്ടന്റ് ഏതൊക്കെയാണ്? എയും ബിയും ആണ്. അപ്പൊ കോൺസെൻട്രേഷൻ ഓഫ് എ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ബി. ഇതിന്റെ കൂടെ കോൺസെൻട്രേഷൻ ഓഫ് എ റേസ് ടു എക്സും കോൺസെൻട്രേഷൻ ഓഫ് ബി റേസ് ടു വൈ എന്നും കൊടുക്കുകയാണ്. അപ്പൊ എന്താണ് ഈ എക്സും വൈയും? എക്സും വൈയും ചുമ്മാ കൊടുത്ത ടേംസ് ആണോ? എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? ഈ എക്സും വൈയും എന്തായിരുന്നു? നമ്മൾ പഠിച്ചതാണ്. എന്താണ്? ഓർഡർ ആണ് അല്ലേ? എക്സ് എന്ന് പറഞ്ഞാൽ ഓർഡർ വിത്ത് റെസ്പെക്ട് ടു എയും വൈ എന്ന് പറഞ്ഞാൽ ഓർഡർ വിത്ത് റെസ്പെക്ട് ടു ബിയുമാണ്. ആണല്ലോ. അപ്പം റേറ്റ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റുകളാണ്. നമ്മൾ എങ്ങനെ എഴുതി? റേറ്റ് പ്രൊപ്പോർഷണൽ ടു എ റേസ് ടു എക്സും ബി റേസ് ടു വൈയും. എക്സും വൈയും എന്താണ് ഓർഡർ ആണ്. അപ്പൊ ഈ ഓർഡർ, ഈ ഒരു റിയാക്ഷൻ നോക്കിയിട്ട് ഓർഡർ നമുക്ക് പറയാൻ പറ്റുന്നുണ്ടോ? ഇല്ലല്ലേ. അപ്പൊ നമുക്ക് ആദ്യം നോക്കിക്കേ, നമുക്ക് ഈ പ്രൊപ്പോർഷണാലിറ്റി മാറ്റി ഒന്ന് എഴുതാം അല്ലേ? പ്രൊപ്പോർഷണാലിറ്റി മാറ്റി എഴുതാം. ദാറ്റ് ഈസ് റേറ്റ് ഈസ് ഈക്വൽ ടു, പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ നമ്മൾ എന്ത് ചെയ്യണം? ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, വേണമല്ലോ. അപ്പൊ കോൺസ്റ്റന്റ് കെ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എ റേസ് ടു എക്സ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ബി റേസ് ടു വൈ എന്ന് നമുക്ക് കൊടുക്കാം. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഓക്കെ, ഇതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? റേറ്റ് ലോ എക്സ്പ്രഷൻ. എന്താണ്? റേറ്റ് ലോ എന്ന് നമുക്ക് വിളിക്കാം. റേറ്റ് ലോ എന്ന് വിളിക്കാം. അപ്പൊ ഈ കെ എന്ത് വിളിക്കും? കെ എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ഉപയോഗിച്ച പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടി എടുത്ത കോൺസ്റ്റന്റ് ആണ്. ദാറ്റ് ഈസ് റേറ്റ് കോൺസ്റ്റന്റ്. കെ എന്ന് പറഞ്ഞാൽ റേറ്റ് കോൺസ്റ്റന്റ് ആണ്. റേറ്റ് ലോ എന്താണ്? റേറ്റ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എ റേസ് ടു എക്സ് കോൺസെൻട്രേഷൻ ഓഫ് ബി റേസ് ടു വൈ ആണ്. ഇനി നമുക്ക് അടുത്തതിലോട്ട് പോവാം. നോക്കിക്കേ, it is found experimentally that rate of reaction is directly proportional to the concentration of reactant. അല്ലേ? എന്താണ് rate of reaction? റിയാക്ടന്റുകളുടെ കോൺസെൻട്രേഷൻ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. സോ നമ്മൾ ഈ ഒരു റിയാക്ഷൻ എടുക്കുകയാണെങ്കിൽ റേറ്റ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കോൺസെൻട്രേഷൻ ഓഫ് എ റേസ് ടു എക്സ് ബി റേസ് ടു വൈ എന്ന് നമുക്ക് എടുക്കാം. ഇനി എക്സും വൈയും എന്ന് പറഞ്ഞാൽ മക്കളെ, ഈ എക്സും വൈ എന്ന് പറഞ്ഞാൽ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റ്, നമ്മുടെ ആ എ എന്നിടത്തില്ലേ, അതിന്റെ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റ് ഇതാ ഇതിന് ഈക്വൽ ആണോ? ഈക്വൽ അല്ല. പക്ഷെ ഈക്വൽ അല്ലായിരിക്കും എന്ന് പറയാൻ പറ്റത്തില്ല. ഈക്വൽ ആകാം, ആകാതെയും ഇരിക്കാം. ചിലപ്പോൾ ഈക്വൽ ആയിട്ട് വരാം, ചിലപ്പോൾ ഈക്വൽ ആവണമെന്നും ഇല്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ടീച്ചർ വേറെ ഒരു എക്സ്പ്രഷൻ എക്സും വൈയും എടുത്ത് കാണിച്ചത്. ഓക്കെ, ഇവിടെ എയും ബിയും കൊടുത്താൽ നിങ്ങൾ എന്ത് വിചാരിക്കും? എപ്പോഴും സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റ് ഈക്വൽ ആയിട്ട് വരുമെന്ന് വിചാരിക്കും. പക്ഷേ ഈക്വൽ ആകാം, ആകാതെ ഇരിക്കാം. ദിസ് എക്സ്പ്രഷൻ ഈസ് നോൺ ആസ് റേറ്റ് ലോ ഓർ റേറ്റ് ഇക്വേഷൻ. ഈ എക്സ്പ്രഷനെയാണ് നമ്മൾ റേറ്റ് ലോ അല്ലെങ്കിൽ റേറ്റ് ഇക്വേഷൻ എന്ന് വിളിക്കുന്നത്. Thus, rate law എന്ന് പറഞ്ഞാൽ mathematical equation relating the rate of chemical reaction and concentration of reactant. അതായത് rate law എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു റിയാക്ഷന്റെ റേറ്റിനെയും അതിന്റെ റിയാക്ടന്റുകളുടെ കോൺസെൻട്രേഷനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ഇക്വേഷൻ ആണ്, ഒരു എക്സ്പ്രഷൻ ആണ് എന്ത്? റേറ്റ് ലോ അല്ലെങ്കിൽ റേറ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത്. which each concentration term is raised to a power which may or may not be equal to the stoichiometric coefficient. അപ്പോൾ ഓരോ കോൺസെൻട്രേഷനെയും റേസ് ടു പവർ നമ്മളൊരു നമ്പർ കൊടുക്കും. അത് may or may not be equal to the stoichiometric coefficientന് ഈക്വൽ ആകാം, ആകാതെയും ഇരിക്കാം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ഓക്കെ ആണോ ഇത്രയും കാര്യങ്ങൾ? അങ്ങനെയാണെങ്കിൽ നമുക്കിനി കുറച്ചും കൂടെ എന്താണ് ഓർഡർ ഒന്നും കൂടെ ഒന്ന് നോക്കാം. ഓർഡർ ഇപ്പൊ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം അല്ലെ? ഓക്കെ, ഓർഡർ എന്താണ്? നമ്മുടെ റിയാക്ഷൻ എന്തായിരുന്നു? എ പ്ലസ് ബി ബി ഗീവ്സ് സി പ്ലസ് ഡി ഡി. ഇതായിരുന്നല്ലോ നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടുന്ന് നമ്മൾ റേറ്റ് ലോ എങ്ങനെയാ എഴുതുന്നത്? റേറ്റ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എ റേസ് ടു എക്സ് കോൺസെൻട്രേഷൻ ഓഫ് ബി റേസ് ടു വൈ എന്ന് കൊടുത്തു. അപ്പൊ ഓർഡറിനെ ഡിനോട്ട് ചെയ്യുന്ന നമ്മൾ ലെറ്റർ എന്തായിരുന്നു? എൻ ആയിരുന്നു അല്ലെ? സ്മോൾ ലെറ്റർ എൻ ആയിരുന്നു. അപ്പൊ എന്നിനെ നമുക്ക് എങ്ങനെ എഴുതാം? എൻ ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ആണ്. എൻ ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ആണ്. അതായത് എന്താണ്? സം ഓഫ് മോളാർ കോൺസെൻട്രേഷൻ അല്ലെ? സം ഓഫ് പവേഴ്സ് ഓഫ് ദ മോളാർ കോൺസെൻട്രേഷൻ. മോളാർ കോൺസെൻട്രേഷന്റെ പവറുകളുടെ സം ആണ് എന്ത്? ഓർഡർ എൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഓർഡറിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്കിത് കോംപ്ലക്സ് റിയാക്ഷനും പറയാൻ പറ്റും, എലമെന്ററി റിയാക്ഷനുകൾക്കും പറയാൻ പറ്റും. ഇനി എന്താണ് ഈ കോംപ്ലക്സ് എലമെന്ററി റിയാക്ഷനുകൾ? ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? എലമെന്ററി റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ സിംഗിൾ സ്റ്റെപ്പിൽ നടക്കുന്ന റിയാക്ഷൻ ആയിരുന്നു. കോംപ്ലക്സ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മൾട്ടി സ്റ്റെപ്പിൽ നടക്കുന്ന റിയാക്ഷനുകളാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പോയിന്റ് നോക്കിക്കേ.
Order of a reaction is the sum of powers of concentration terms of the reactant in rate law. Rate law expression എഴുതുമ്പോൾ കോൺസെൻട്രേഷനുകളുടെ പവറുകളുടെ സമ്മിനെയാണ് നമ്മൾ എന്ത് വിളിച്ചത്? ഓർഡർ എന്ന് വിളിച്ചത്. ഇതൊരു എക്സ്പെരിമെന്റൽ ക്വാണ്ടിറ്റി ആണ്. നമുക്കൊരു റിയാക്ഷൻ നോക്കിയിട്ട് അതിന്റെ ഓർഡർ ഇതാണെന്ന് പറയാൻ പറ്റത്തില്ല. ആ ഒരു എക്സ്പെരിമെന്റ് ചെയ്തതിന് ശേഷമേ അതിന്റെ ഓർഡർ ഏതാണെന്ന് നമുക്ക് പറയാൻ പറ്റൂ. അപ്പോൾ ഓർഡർ എന്ന് പറയുന്നത് ഒരു എക്സ്പെരിമെന്റൽ ക്വാണ്ടിറ്റി ആണ്. അല്ലാതെ നമുക്കൊരു റിയാക്ഷൻ നോക്കിയിട്ട് അതിന്റെ ഓർഡർ ഇതാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ? എക്സ്പെരിമെന്റ് ചെയ്താലേ അതിന്റെ ഓർഡർ നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇറ്റ് ക്യാൻ ഹാവ് വാല്യൂസ് 0, 1, 2, 3 അല്ലെങ്കിൽ ഫ്രാക്ഷനും ആകാം. ഓർഡർ എന്ന് പറയുന്നത് 0 ഓർഡർ ആകാം, ഫസ്റ്റ് ഓർഡർ ആവാം, സെക്കൻഡ് ഓർഡർ ആവാം, അല്ലെങ്കിൽ ഫ്രാക്ഷനും ആകാം. ഇറ്റ് ഈസ് ആപ്ലിക്കബിൾ ടു ബോത്ത് എലമെന്ററി ആൻഡ് കോംപ്ലക്സ് റിയാക്ഷൻ. എലമെന്ററി റിയാക്ഷനും ആപ്ലിക്കബിൾ ആണ്, കോംപ്ലക്സ് റിയാക്ഷനുകൾക്കും ആപ്ലിക്കബിൾ ആണ്. അതായത് നമ്മൾ എ പ്ലസ് ബി ബി ഈസ് സി സി പ്ലസ് ഡി ഡി എന്ന് എഴുതുമ്പോൾ അതിന്റെ റേറ്റ് ലോ എക്സ്പ്രഷൻ എങ്ങനെ എഴുതും? കെ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എ റേസ് ടു എക്സ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ബി റേസ് ടു വൈ എന്ന് നമുക്ക് കൊടുക്കാം. ഇവിടെ എക്സ് എന്ന് പറയുന്നത് എന്തിന്റെയാണ്? ഓർഡർ വിത്ത് റെസ്പെക്ട് ടു എയും വൈ എന്ന് പറയുന്നത് ഓർഡർ വിത്ത് റെസ്പെക്ട് ടു ബിയുമാണ്. അപ്പം ഓർഡർ ഓഫ് റിയാക്ഷൻ എന്നിനെ നമുക്ക് എങ്ങനെ എഴുതാം? എൻ ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ എന്ന് എഴുതിക്കൂടെ? എഴുതാം. എൻ ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ എന്ന് നമുക്ക് കൊടുക്കാം. ഓക്കെ ആണല്ലോ? ഇത്രയും കാര്യം ഓക്കെ ആണോ? ഓക്കെ, നോക്കിക്കേ. ഇനി ഓർഡർ 0 ആണെങ്കിൽ, ഇഫ് ദ ഓർഡർ ഓഫ് റിയാക്ഷൻ ഈസ് 0 ആണെങ്കിൽ എന്താണത്? 0 ഓർഡർ റിയാക്ഷൻ ആണ്. 0 ഓർഡർ റിയാക്ഷൻ എക്സാമ്പിളുകളാണ്. ഈ എക്സാമ്പിളുകൾ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ഏതാണ് 0 ഓർഡറിന്റെ എക്സാമ്പിൾ? ഡീകമ്പോസിഷൻ ഓഫ് അമോണിയ അറ്റ് സർഫസ് ഓഫ് പ്ലാറ്റിനം അറ്റ് ഹൈ പ്രഷർ. ഡീകമ്പോസിഷൻ ഓഫ് അമോണിയ അറ്റ് സർഫസ് ഓഫ് പ്ലാറ്റിനം ആണ് 0 ഓർഡർ റിയാക്ഷന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത്. അടുത്ത് ഇനി ഓർഡർ ഓഫ് റിയാക്ഷൻ നമുക്ക് 1 കിട്ടിയാൽ ആ റിയാക്ഷനെ എന്ത് വിളിക്കാം? അത് ഏത് ഓർഡർ റിയാക്ഷൻ എന്ന് വിളിക്കാം? ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ എന്ന് വിളിക്കാം. ഇഫ് ദ ഓർഡർ ഓഫ് റിയാക്ഷൻ ഈസ് 1 ഇറ്റ് ഈസ് കോൾഡ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. ഏതാണ് എക്സാമ്പിൾ? ഡീകമ്പോസിഷൻ ഓഫ് ഹൈഡ്രജൻ പെറോക്സൈഡ്. അപ്പം ഡീകമ്പോസിഷൻ ഓഫ് ഹൈഡ്രജൻ പെറോക്സൈഡ് എന്തിന്റെ എക്സാമ്പിൾ ആണ്? ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ എക്സാമ്പിൾ ആണ്. ഇനി നമ്മൾക്ക് സം ഓഫ് പവേഴ്സ് എടുക്കുമ്പോഴത്തേന് 2 ആണ് കിട്ടുന്നതെങ്കിൽ അത് എന്തൊരു ഓർഡർ ആണ്? സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ ആണ്. ഓക്കെ, ഇഫ് ദ ഓർഡർ ഓഫ് റിയാക്ഷൻ ഈസ് 2 ഇറ്റ് ഈസ് കോൾഡ് സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ ആൻഡ് സോ ഓൺ. 3 ആണെങ്കിൽ തേർഡ് ഓർഡർ റിയാക്ഷൻ. ഓക്കെ, അപ്പോൾ ഫ്രാക്ഷണൽ ഓർഡർ റിയാക്ഷൻ ആണെങ്കിൽ എക്സാമ്പിൾ ഡീകമ്പോസിഷൻ ഓഫ് അസറ്റാൽഡിഹൈഡും ക്ലോറിനേഷൻ ഓഫ് ക്ലോറോഫോമുകളും എക്സാമ്പിൾസ് ആണ്. അപ്പോൾ ഈ എക്സാമ്പിൾസ് ഒക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ബൈഹാർട്ട് ചെയ്ത് വെച്ചിരിക്കുക, പഠിച്ചിരിക്കുക. കാരണം ചിലപ്പോൾ ഒരു മാർക്കിനൊക്കെ നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. 0 ഓർഡറിന്റെ എക്സാമ്പിൾ, ഫസ്റ്റ് ഓർഡറിന്റെ എക്സാമ്പിൾ, സെക്കൻഡ് ഓർഡറിന്റെയും ഈ പറഞ്ഞ ഫ്രാക്ഷൻ്റെ ഒക്കെ നമ്മുടെ NCERT-യിൽ പറയുന്ന എക്സാമ്പിൾസ് ആണ്. അതൊന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണോ? ഓർഡർ നമ്മൾ കോൺസെൻട്രേഷൻ ടേംസിന്റെ അവിടെ നിന്ന് വന്നിട്ട് റേറ്റ് ലോ എക്സ്പ്രഷൻ എഴുതാൻ പഠിച്ചു. റേറ്റ് ലോ എന്താണ് എന്ന് പഠിച്ചു. റേറ്റ് കോൺസ്റ്റന്റ് നിങ്ങൾക്ക് എന്താണെന്ന് അറിയാം. അവിടെ നിന്ന് നമ്മൾ എങ്ങോട്ട് വന്നു? എന്താണ് ഓർഡർ? ഓർഡർ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? എക്സ് പ്ലസ് വൈ. ഓക്കെ, അപ്പോൾ ഓർഡർ ഏതൊക്കെയാണ്? 0 ഓർഡർ ഉണ്ട്, ഫസ്റ്റ് ഓർഡർ ഉണ്ട്, സെക്കൻഡ് ഓർഡർ ഉണ്ട്. അതിന്റെ എക്സാമ്പിളുകൾ വരെയാണ് നിങ്ങൾ പഠിച്ചത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഓക്കെയാണ്. ഈ ഒരു ക്ലാസ് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ചാപ്റ്റർ അടിപൊളിയായിട്ട് മനസ്സിലായിരിക്കണം, പഠിച്ചിട്ട് പോകണം. അപ്പൊ ക്ലിയർ ആയോ? ഓർഡർ വരെ ഓക്കെ ആണോ? ഓക്കെ, ഓർഡർ വരെ ഓക്കെ ആണ്. അപ്പൊ നമുക്കിനി അടുത്ത പഠിക്കാനുള്ളത് മോളിക്കുലാരിറ്റി ആണ്. എന്താണ് മോളിക്കുലാരിറ്റി? മക്കളൊരു സിമ്പിളായിട്ട് എടുക്കുകയാണ്. ഇപ്പോൾ A പ്ലസ് ബി ഗീവ്സ് C എന്നുള്ളൊരു റിയാക്ഷൻ. ഈ റിയാക്ഷന് എയും ബിയും റിയാക്ട് ചെയ്ത് സി എന്നൊരു പ്രോഡക്റ്റ് ഉണ്ടാവുന്നു. അപ്പൊ എയും ബിയും റിയാക്ട് ചെയ്യുന്നെങ്കിൽ അത് എന്ത് ചെയ്യണം? തമ്മിൽ കൊളൈഡ് ചെയ്യണം. ഇവിടെ എത്ര സ്പീഷീസ് തമ്മിൽ കൊളൈഡ് ചെയ്യുന്നു? ഇവിടെ എന്താണ്? ഒരു എയും ഒരു ബിയും ആണ്. എത്ര എയും എത്ര ബിയും ഉണ്ട്? ഒരു എയും ഉണ്ട്, ഒരു ബിയും ഉണ്ട്. അപ്പൊ ഇവിടുത്തെ മോളിക്കുലാരിറ്റി എത്രയാണ്? 1 + 1 2 ആണ് ഇവിടുത്തെ മോളിക്കുലാരിറ്റി വരുന്നത്. മനസ്സിലായോ? എത്ര റിയാക്ടിങ് സ്പീഷീസ് ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മോളിക്കുലാരിറ്റി കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പൊ നോക്കിക്കേ, നമ്മുടെ എക്കാലത്തെ നമ്മുടെ എക്സാമ്പിൾ എടുക്കുകയാണ്. A പ്ലസ് ബി ബി ഗീവ്സ് സി പ്ലസ് DD. അപ്പൊ ഇവിടുത്തെ മോളിക്കുലാരിറ്റി നമുക്ക് എന്ത് പറയാം? എത്ര എയും എത്ര ബിയും ഉണ്ട്. A പ്ലസ് ബി ആണ് ഇവിടുത്തെ മോളിക്കുലാരിറ്റി വരുന്നത്. മനസ്സിലായോ? അപ്പൊ ഈ ഒരു മോളിക്കുലാരിറ്റി നമുക്ക് ഒരു റിയാക്ഷൻ തന്നു കഴിഞ്ഞാൽ ആ റിയാക്ഷൻ നോക്കി നമുക്ക് പറയാൻ പറ്റും. പക്ഷെ ഓർഡർ നമുക്ക് ആ റിയാക്ഷൻ നോക്കി പറയാൻ പറ്റുമായിരുന്നോ? ഇല്ല. അതുകൊണ്ട് ഓർഡർ ഒരു എക്സ്പെരിമെന്റൽ ക്വാണ്ടിറ്റി ആണ്. നമുക്ക് മോളിക്കുലാരിറ്റി എന്ത് പറയാം? ഒരു തിയററ്റിക്കൽ ക്വാണ്ടിറ്റി ആണ് അല്ലേ? മോളിക്കുലാരിറ്റി എന്ന് പറയുന്നത് ഒരു തിയററ്റിക്കൽ ക്വാണ്ടിറ്റി ആണ്. മോളിക്കുലാരിറ്റി എന്ന് പറയുന്നത് ഒരു തിയററ്റിക്കൽ ക്വാണ്ടിറ്റി ആണ്. നമുക്ക് ഒരു റിയാക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ആ റിയാക്ഷൻ നോക്കിയിട്ട് നമുക്ക് മോളിക്കുലാരിറ്റി പറയാം. അപ്പോൾ ഒരു തിയററ്റിക്കൽ ക്വാണ്ടിറ്റി ആണ്. ഓക്കെ, അപ്പോൾ ഈ മോളിക്കുലാരിറ്റി എന്ന് പറയുന്നത് 0 ആണെന്നിരിക്കട്ടെ. മോളിക്കുലാരിറ്റി 0 ആയാൽ അങ്ങനെ ഒരു റിയാക്ഷൻ എക്സിസ്റ്റ് ചെയ്യുമോ?
മക്കളെ മോളിക്കുലാരിറ്റി 0 ആയാൽ അവിടെ റിയാക്ഷൻ നടക്കുന്നുണ്ടോ യഥാർത്ഥത്തിൽ? ഇല്ല. അപ്പൊ മോളിക്കുലാരിറ്റി എന്ന് പറയുന്നത് 0 ആകില്ല. പക്ഷെ ഓർഡർ എന്ന് പറയുന്നത് എന്താകാം? 0 ആകാം. ഓർഡർ 0 ആകാം, മോളിക്കുലാരിറ്റി എന്താകില്ല? 0 ആകില്ല. അതുപോലെ തന്നെ ഓർഡർ ഫ്രാക്ഷനും വരാം, മോളിക്കുലാരിറ്റി എന്താകില്ല? ഫ്രാക്ഷണൽ വാല്യൂസ് വരാം. മോളിക്കുലാരിറ്റി ഫ്രാക്ഷണൽ വാല്യൂസ് വരത്തില്ല. അപ്പൊ അതുപോലെ വേറൊരു കാര്യം എന്ന് പറയുന്നത് മാക്സിമം നമ്മൾ ഫസ്റ്റ് ഇപ്പോൾ ഓർഡർ പറഞ്ഞപ്പോൾ അത് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ഇങ്ങനെ നമ്മൾ പറഞ്ഞു. പക്ഷെ മോളിക്കുലാരിറ്റി മാക്സിമം എവിടെ വരെ പോകും? അങ്ങേയറ്റം അങ്ങനെ പോകാറില്ല. അങ്ങേയറ്റം എവിടെ വരെ പോവുള്ളൂ? 3 വരെ പോവുള്ളൂ. നിങ്ങൾ സിമ്പിളായിട്ട് നമ്മൾ മോളിക്യൂൾസ് കൊളൈഡ് ചെയ്യാണ്. 2 ബോൾസ് 2 ദിശയിൽ നിന്ന് ഇങ്ങനെ വരികയാണ്. ഓക്കെ, 2 ബോൾസ് വന്ന് ഈസി ആയിട്ട് അത് കൊളൈഡ് ചെയ്യും. 2 ബോഡീസേ ഉള്ളത് കൊളൈഡ് ചെയ്യുന്നു. വേറെ തേർഡ് ഒരു ബോഡിയും കൂടെ വരികയാണ്. അപ്പൊ ഈ കൊളിഷൻ 3ഉം എല്ലാം അറ്റ് എ ടൈമിൽ കൊളിഷൻ ചെയ്യുന്ന ഒരു റേറ്റ് കുറയല്ലേ? ആ ഒരു ചാൻസ് കുറവല്ലേ? 4 സൈഡിൽ നിന്ന് വരുമ്പോൾ അങ്ങനെ സംഭവിക്കുന്നുണ്ടോ? ഇല്ല. ഓക്കെ, അപ്പോൾ മാക്സിമം എവിടം വരെ പോവുള്ളൂ? 3 വരെ മാക്സിമം പോവുള്ളൂ മോളിക്കുലാരിറ്റി എന്ന് പറയുന്നത്. അപ്പം മോളിക്കുലാരിറ്റി എന്ന് പറയുന്നത് ഒരു തിയററ്റിക്കൽ ക്വാണ്ടിറ്റി ആണ്. അത് എന്താണ്? 0 ആകില്ല, ഫ്രാക്ഷൻ ആകില്ല. എവിടം വരെ മാക്സിമം പോവുള്ളൂ? 3 വരെ പോവുള്ളൂ. അപ്പോൾ ഓർഡർ മോളിക്കുലാരിറ്റി ക്ലിയർ ആയോ? മനസ്സിലായോ? ഇനി നമ്മൾ ഓർഡറിന്റെ കാര്യത്തിൽ വേറൊന്നും പറഞ്ഞു. അവിടെ കോംപ്ലക്സ് റിയാക്ഷൻസിനും എലമെന്ററി റിയാക്ഷനുകൾക്കും ആപ്ലിക്കബിൾ ആണ് ഓർഡർ എന്ന് പറയുന്നത്. പക്ഷേ മോളിക്കുലാരിറ്റി എന്ന് പറയുന്നത് നിങ്ങൾ നോക്കിയേ, എലമെന്ററി റിയാക്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സിംഗിൾ സ്റ്റെപ്പിൽ നടക്കുന്ന റിയാക്ഷനുകളാണ് അല്ലെ? ഒറ്റ സ്റ്റെപ്പിൽ നടക്കും. കോംപ്ലക്സ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ABCD ഇങ്ങനെ പ്രോഡക്റ്റ് ഉണ്ടാവണമെങ്കിൽ ആദ്യം എയും ബിയും ചേർന്ന് AB ഉണ്ടാകണം, പിന്നെ ABയും Cയും ചേർന്ന് ABC ഉണ്ടാകണം, പിന്നെ ABCയും Dയും ചേർന്ന് ABCD ഉണ്ടാവണം. അങ്ങനെ മൾട്ടി സ്റ്റെപ്പിലായിട്ട് റിയാക്ഷൻ നടക്കുകയാണ്. പല പല സിംഗിൾ സ്റ്റെപ്പ് റിയാക്ഷനുകൾ ചേർന്ന് കോംപ്ലക്സ് റിയാക്ഷനുകൾ ആവുകയാണ്. അപ്പൊ അവിടെ എന്ത് നമുക്ക് പറയാൻ പറ്റില്ല? മോളിക്കുലാരിറ്റി പറയാൻ പറ്റില്ല. മോളിക്കുലാരിറ്റി ഈസ് ഓൺലി ആപ്ലിക്കബിൾ ടു എലമെന്ററി റിയാക്ഷൻ. സിംഗിൾ സ്റ്റെപ്പ് റിയാക്ഷനുകൾക്ക് മാത്രമേ മോളിക്കുലാരിറ്റി നമുക്ക് പറയാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ നമുക്ക് നോക്കിക്കേ, it is the molecularity എന്ന് പറഞ്ഞാൽ it is the total number of reacting species collide simultaneously in a chemical reaction. ഒരു കെമിക്കൽ റിയാക്ഷനിൽ കൊളൈഡ് ചെയ്യുന്ന, സൈമിൾട്ടേനിയസ്ലി കൊളൈഡ് ചെയ്യുന്ന റിയാക്ടിംഗ് സ്പീഷീസിന്റെ ടോട്ടൽ നമ്പറിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? മോളിക്കുലാരിറ്റി എന്ന് വിളിക്കുന്നത്. അതായത് എത്ര റിയാക്ടിംഗ് സ്പീഷീസ് അവിടെ കൊളൈഡ് ചെയ്തു എന്ന നമ്പറാണ് എന്ത്? മോളിക്കുലാരിറ്റി കൊണ്ട് അർത്ഥമാക്കുന്നത്. അതെന്ന് പറയുന്നത് എന്താണ്? നമുക്കൊരു റിയാക്ഷൻ നോക്കി പറയാം, അതൊരു തിയററ്റിക്കൽ ക്വാണ്ടിറ്റി ആണ്. അതുപോലെ വാല്യൂസ് എന്താണ്? 0 ആകില്ല. 1, 2, 3 മാക്സിമം 3 വരെ പോവുള്ളൂ. ഇറ്റ് കനോട്ട് ബി 0 ഓർ ഫ്രാക്ഷണൽ. അതൊരിക്കലും 0യോ ഫ്രാക്ഷണലോ ആവത്തില്ല. ഓൺലി ആപ്ലിക്കബിൾ ടു എന്താണ്? എലമെന്ററി റിയാക്ഷനുകൾക്ക് മാത്രമേ ആപ്ലിക്കബിൾ ആയിട്ട് വരുന്നുള്ളൂ. അതുപോലെ മോളിക്കുലാരിറ്റി, ഒരു റിയാക്ഷന്റെ മോളിക്കുലാരിറ്റി 1 എന്ന് പറഞ്ഞാൽ അത്തരത്തിലുള്ള റിയാക്ഷനുകളെ നമ്മൾ യൂണിമോളിക്കുലാർ റിയാക്ഷൻസ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, അങ്ങനെ യൂണിമോളിക്കുലാർ റിയാക്ഷന് എക്സാമ്പിൾ ആണ് എന്ത്? ഡീകമ്പോസിഷൻ ഓഫ് അമോണിയം നൈട്രേറ്റ്. ഡീകമ്പോസിഷൻ ഓഫ് അമോണിയം നൈട്രേറ്റ് എന്തിന് എക്സാമ്പിൾ ആണ്? യൂണിമോളിക്കുലാർ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് യൂണിമോളിക്കുലാർ? അവിടുത്തെ മോളിക്കുലാരിറ്റി 1 ആണ്. അടുത്ത് നോക്കിക്കേ, ഇഫ് ദ മോളിക്കുലാരിറ്റി ഓഫ് എ റിയാക്ഷൻ ഈസ് 2. ഇനി മോളിക്കുലാരിറ്റി 2 ആണെന്നിരിക്കട്ടെ, അങ്ങനെയുള്ള റിയാക്ഷനുകളെയാണ് ബൈമോളിക്കുലാർ റിയാക്ഷൻസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ ഇഫ് ദ മോളിക്കുലാരിറ്റി ഈസ് 2 ഇറ്റ് ഈസ് കോൾഡ് ബൈമോളിക്കുലാർ റിയാക്ഷൻ. And if molecularity is 1, it is called unimolecular reaction. അപ്പോൾ ബൈമോളിക്കുലാർ റിയാക്ഷൻ എക്സാമ്പിൾ എന്താണ്? ഡീകമ്പോസിഷൻ ഓഫ് ഹൈഡ്രജൻ അയഡൈഡ്. ഡീകമ്പോസിഷൻ ഓഫ് ഹൈഡ്രജൻ അയഡൈഡ് ഏത് ഓർഡർ റിയാക്ഷനും എക്സാമ്പിൾ ആയിരുന്നു? ഓർമ്മയുണ്ടോ? ഏതിനായിരുന്നു? എക്സാമ്പിൾ ഫോർ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ അല്ലേ? നമ്മൾ പഠിച്ചതാണ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. കണ്ടോ, ദാ ഇവിടെ കണ്ടോ, ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ എക്സാമ്പിൾ ആണ് എന്ത്? ഡീകമ്പോസിഷൻ ഓഫ് ഹൈഡ്രജൻ പെറോക്സൈഡ് എന്ന് പറയുന്നത്. അതുപോലെ എന്തിനും എക്സാമ്പിൾ ആണ്? ബൈമോളിക്കുലാർ റിയാക്ഷനും എക്സാമ്പിൾ ആണ് എന്ത്? ഡീകമ്പോസിഷൻ ഓഫ് ഹൈഡ്രജൻ പെറോക്സൈഡ്. അപ്പം നിങ്ങൾ ഈ എക്സാമ്പിളുകളൊക്കെ എക്സാം സമയത്തൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. കാരണം എക്സാമ്പിൾസ് ഒക്കെ 1 മാർക്കിനൊക്കെ ചോദിക്കുന്നതാണ് കേട്ടോ ഈ ചാപ്റ്ററിൽ നിന്ന്. എന്താണ് ഫസ്റ്റ് ഓർഡറിന്റെ എക്സാമ്പിൾ, 0 ഓർഡറിന്റെ എക്സാമ്പിൾ, അതുപോലെ മോളിക്കുലാരിറ്റി ബൈമോളിക്കുലാറിന് എക്സാമ്പിൾ, യൂണിമോളിക്കുലാർ എക്സാമ്പിൾ ഒക്കെ ചോദിക്കുന്നതാണ്. സോ എക്സാമ്പിൾസ് ഒക്കെ ജസ്റ്റ് ഒന്ന് മൈൻഡിൽ സെറ്റാക്കി വെച്ചിരിക്കുക. കണ്ടോ, ഡീകമ്പോസിഷൻ 2HI ഗീവ്സ് H2 + I2. ഈ റിയാക്ഷൻ ഒക്കെ എന്താണ്? ബൈമോളിക്കുലാർ റിയാക്ഷൻസ് ആണ് അല്ലേ? എത്ര ഉണ്ട്? 2 അല്ലേ ഇവിടെ?
എത്ര റിയാക്ഷൻ സ്പീഷീസ് എത്ര എണ്ണം കൊളേഷൻ നടക്കുന്നു സൈമിൾട്ടേനിയസ്ലി. മാക്സിമം എന്താണ് ഞാൻ പറഞ്ഞില്ലേ മാക്സിമം 3 വരെ പോവുള്ളൂ എന്ന് വെച്ചാൽ 4 സൈഡിൽ നിന്ന് ഇങ്ങനെ റിയാക്ഷൻ സ്പീഷീസ് വരുന്ന സൈമിൾട്ടേനിയസ്ലി അത് കൂട്ടിമുട്ടുക എന്ന് പറയുന്നത് എന്താണ് അത്രയ്ക്ക് ബുദ്ധിമുട്ടാണ്, അത് പോസിബിൾ അല്ല. സോ എന്താണ് മാക്സിമം എത്ര വരെ പോവുള്ളൂ, മാക്സിമം ഒരു 3 വരെയൊക്കെ പോവുള്ളൂ മോളിക്കുലാരിറ്റി എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അപ്പൊ ഓർഡറും മോളിക്കുലാരിറ്റിയും പ്രത്യേകതകളൊക്കെ ഓർമ്മയുണ്ടോ? എന്താണ് ഓർഡർ എന്ന് പറയുന്നത്, എന്തൊരു ക്വാണ്ടിറ്റി ആയിരുന്നു ഓർഡർ എന്ന് പറയുന്നത്? അതൊരു എക്സ്പെരിമെന്റൽ ആയിട്ടുള്ള ക്വാണ്ടിറ്റിയാണ്. നമുക്കൊരു റിയാക്ഷൻ കണ്ടിട്ട് അതിന്റെ ഓർഡർ പറയാൻ പറ്റില്ല. പിന്നെ ഓർഡർ എന്ന് പറയുന്നത് 0 ആകാം, 1, 2, 3 ഫ്രാക്ഷൻ വരെ ഓർഡർ മാറാം. പക്ഷേ മോളിക്കുലാരിറ്റി എങ്ങനെയാണോ? മോളിക്കുലാരിറ്റി എന്ന് പറയുന്നത് ഒരു തിയററ്റിക്കൽ ക്വാണ്ടിറ്റി ആണ്. അതുപോലെ തന്നെ മോളിക്കുലാരിറ്റി 1, 2 മാക്സിമം 3 വരെ പോവുള്ളൂ അല്ലേ, ഫ്രാക്ഷനോ 0യോ ആകില്ല. അതുപോലെ ഓർഡർ എന്ന് പറയുന്നത് എലമെന്ററി റിയാക്ഷനുകൾക്കും കോംപ്ലക്സ് റിയാക്ഷനുകൾക്കും അപ്ലിക്കബിൾ ആണ്. പക്ഷേ മോളിക്കുലാരിറ്റി എന്ന് പറയുന്നത് എന്തിനു മാത്രമാണ് ആപ്ലിക്കബിൾ? ഇറ്റ് ഈസ് ഓൺലി ആപ്ലിക്കബിൾ ഫോർ എലമെന്ററി റിയാക്ഷൻ. ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണോ? അപ്പൊ മോളിക്കുലാരിറ്റിയിൽ തന്നെ പല ടൈപ്പ് ഉണ്ട്. യൂണിമോളിക്കുലാർ ഉണ്ട്, ബൈമോളിക്കുലാർ ഉണ്ട്. യൂണിമോളിക്കുലാർ എന്ന് പറഞ്ഞാൽ എന്താണ്? മോളിക്കുലാരിറ്റി 1 വന്നാൽ യൂണിമോളിക്കുലാർ, മോളിക്കുലാരിറ്റി 2 വന്നാൽ എന്താണ്? ബൈമോളിക്കുലാർ റിയാക്ഷൻ. ഇനി യൂണിമോളിക്കുലാറിന് എക്സാമ്പിളും ബൈമോളിക്കുലാറിന് എക്സാമ്പിളും ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ അടുത്ത ഈ ബോക്സിൽ കൊടുത്തിരിക്കുന്നത് ഓർഡറും മോളിക്കുലാരിറ്റിയും തമ്മിലുള്ള ഡിഫറൻസുകളാണ്. നോക്കിക്കേ, ഓർഡർ നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യം. എന്താണ് ഓർഡർ എന്ന് പറയുന്നത്? It is the sum of powers of the concentration terms in the rate law expression. അപ്പോൾ ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താണ്? കോൺസെൻട്രേഷനുകളുടെ പവറിന്റെ സം അല്ലേ, സം ഓഫ് പവേഴ്സ് ഓഫ് ദ കോൺസെൻട്രേഷൻ ടേംസ് ഇൻ റേറ്റ് ലോ എക്സ്പ്രഷൻ. നമ്മൾ റേറ്റ് ലോ എക്സ്പ്രഷൻ എഴുതുമ്പോൾ ആ പവേഴ്സിന്റെ സമ്മിനെയാണ് എന്ത് വിളിക്കുന്നത്? ഓർഡർ. ഇനി ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് നോക്കി പറയാൻ പറ്റില്ല. അതൊരു എക്സ്പെരിമെന്റ് ചെയ്തിട്ടാണ് നമ്മളൊരു റിയാക്ഷന്റെ ഓർഡർ പറയുന്നത്. അപ്പൊ ഇതെന്ന് പറയുന്നത് ഒരു എക്സ്പെരിമെന്റൽ ക്വാണ്ടിറ്റി ആണ്. അടുത്ത എന്താണ്? അത് 0യും ആകാം, ഫ്രാക്ഷണലും ആകാം. 0യും വരാം, ഫ്രാക്ഷനും വരാം. ഇനി അതിന്റെ അടുത്ത പ്രത്യേകത എന്താണ്? എലമെന്ററി റിയാക്ഷനുകൾക്കും കോംപ്ലക്സ് റിയാക്ഷനുകൾക്കും ഒരുപോലെ ആപ്ലിക്കബിൾ ആണ് എന്ത്? ഓർഡർ എന്ന് പറയുന്നത്. ഇനി മോളിക്കുലാരിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് റിയാക്ടന്റ് സ്പീഷീസ് കൊളൈഡ് സൈമിൾട്ടേനിയസ്ലി ഇൻ എ കെമിക്കൽ റിയാക്ഷൻ. ഒരു കെമിക്കൽ റിയാക്ഷനിൽ സൈമിൾട്ടേനിയസ്ലി കൊളൈഡ് ചെയ്യുന്ന റിയാക്ടിംഗ് സ്പീഷീസുകളെയാണ് എന്ത് വിളിക്കുന്നത്? മോളിക്കുലാരിറ്റി എന്ന് വിളിക്കുന്നത്. അത് എന്ത് ക്വാണ്ടിറ്റിയാണ്? ഒരു തിയററ്റിക്കൽ ക്വാണ്ടിറ്റിയാണ്. നമുക്ക് പറയാൻ പറ്റുന്ന ഒരു തിയററ്റിക്കൽ ക്വാണ്ടിറ്റിയാണ്. പക്ഷേ എന്താണ് എന്റെ പ്രത്യേകത? അതൊരിക്കലും 0യോ ഫ്രാക്ഷണലോ ആകില്ല. ഇറ്റ് ഈസ് ആപ്ലിക്കബിൾ ടു ഓൺലി എലമെന്ററി റിയാക്ഷൻ. അത് ആർക്ക് മാത്രമാണ് മക്കളെ ആപ്ലിക്കബിൾ? എലമെന്ററി റിയാക്ഷനുകൾക്ക് മാത്രമാണ് മോളിക്കുലാരിറ്റി എന്ന് പറയുന്നത് ആപ്ലിക്കബിൾ ആയിട്ട് വരുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? നമ്മൾ ഈ ഓർഡറും മോളിക്കുലാരിറ്റിയും തമ്മിലുള്ള ഡിഫറൻസുകൾ ഓണപരീക്ഷയ്ക്കൊക്കെ മിക്കവാറും ചോദിക്കാറുള്ള ക്വസ്റ്റൻ ആണ് കേട്ടോ. ഓർഡർ എന്താണ്, മോളിക്കുലാരിറ്റി എന്താണ്, അതിന്റെ പ്രത്യേകതകൾ. ഓർഡറിന്റെ കുറച്ച് പ്രത്യേകത നമ്മൾ പറഞ്ഞില്ലേ? എലമെന്ററി റിയാക്ഷനുകൾക്കും കോംപ്ലക്സ് റിയാക്ഷനുകൾക്കും ആപ്ലിക്കബിൾ ആണ്. 0യും ഫ്രാക്ഷണലും ആകാം. ഓർഡർ എന്ന് പറയുന്നത് ഒരു എക്സ്പെരിമെന്റൽ ക്വാണ്ടിറ്റി ആണ്. ഇനി മോളിക്കുലാരിറ്റി എന്താണ്? മോളിക്കുലാരിറ്റി എന്ന് പറഞ്ഞാൽ എത്ര റിയാക്ടിംഗ് സ്പീഷീസ് കൊളൈഡ് ചെയ്യുന്നു സൈമിൾട്ടേനിയസ്ലി. അതെന്ന് പറയുന്നത് ഒരു തിയററ്റിക്കൽ ക്വാണ്ടിറ്റി ആണ്. അത് 0യോ ഫ്രാക്ഷനോ വരാൻ പാടില്ല. എലമെന്ററി റിയാക്ഷനുകൾക്ക് മാത്രമാണ് ആപ്ലിക്കബിൾ ആയിട്ട് വരുന്നത്. അപ്പൊ ഈ ഒരു ബോക്സ് നിങ്ങൾ കൃത്യമായിട്ടും പഠിച്ചു വെച്ചിരിക്കുക. കാരണം എക്സാമിന് ചോദിക്കുന്ന ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. കൃത്യമായിട്ട് അത് പഠിച്ചു വെച്ചിരിക്കുക. ഓക്കെ ആണോ? അപ്പൊ ഓർഡർ, മോളിക്കുലാരിറ്റി, ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണോ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഓക്കെ, അതിനിടയിൽ എന്താണ് എലമെന്ററി, എന്താണ് കോംപ്ലക്സ് റിയാക്ഷൻ നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. എന്നാലും ടീച്ചർ ഒന്ന് ഇൻക്ലൂഡ് ആക്കിയെന്നേ ഉള്ളത്. എ റിയാക്ഷൻ ദാറ്റ് ടേക്സ് പ്ലേസ് ഇൻ എ സിംഗിൾ സ്റ്റെപ്പ്. ഒറ്റ സ്റ്റെപ്പിൽ നടക്കുന്ന റിയാക്ഷനുകളെയാണ് എന്ത് വിളിക്കുന്നത്? എലമെന്ററി റിയാക്ഷൻ. വൈൽ എ റിയാക്ഷൻ ദാറ്റ് ഒക്കേഴ്സ് ഇൻ മോർ ദാൻ വൺ സ്റ്റെപ്പ് ഇറ്റ് ഈസ് കോൾഡ് കോംപ്ലക്സ് റിയാക്ഷൻ. അപ്പോൾ ഒരു റിയാക്ഷൻ ഒന്നിൽ കൂടുതൽ സ്റ്റെപ്പുകളിൽ നടക്കുന്നുണ്ടെങ്കിൽ അതിനെ എന്ത് വിളിക്കും? കോംപ്ലക്സ് റിയാക്ഷനുകൾ എന്ന് വിളിക്കും. ഒറ്റ സ്റ്റെപ്പിൽ നടക്കുന്നുണ്ടെങ്കിൽ എലമെന്ററി റിയാക്ഷൻ. അങ്ങനെ പല പല സിംഗിൾ സ്റ്റെപ്പുകൾ ചേർന്നിട്ട് ഒരു റിയാക്ഷൻ നടക്കുകയാണ്. നേരത്തെ ടീച്ചർ കാണിച്ചു തന്നില്ലേ? ഇപ്പോൾ ABCD എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് ഉണ്ടാവുകയാണെങ്കിൽ ആദ്യം എന്ത് സംഭവിക്കുന്നു? എയും ബിയും ചേർന്ന് AB എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് ആവുന്നു. പിന്നെ ആ എയും AB എന്ന് പറയുന്ന ആ പ്രൊഡക്റ്റും സിയും കൂടെ ചേർന്ന് ABC ഉണ്ടാവുന്നു. പിന്നെ എന്ത് ചെയ്യുന്നു? ആ ABCയും ഡിയും കൂടെ ചേർന്ന് നമ്മുടെ ABCD എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ഉണ്ടാവുന്നു. അപ്പോൾ പല പല സ്റ്റെപ്പുകളായിട്ട് നടക്കുന്ന റിയാക്ഷനുകളാണ് എന്ത്? കോംപ്ലക്സ് റിയാക്ഷൻസ്. The overall rate of reaction is controlled by this step and the step is called rate determining
സ്റ്റെപ്പ്. അത് ഒരു പോയിന്റ്. ഇൻ എ കോംപ്ലക്സ് റിയാക്ഷൻ വൺ ഓഫ് ദ സ്റ്റെപ്പ് ഈസ് ലോവർ ദാൻ ദ അതർ സ്റ്റെപ്പ്. അപ്പൊ കോംപ്ലക്സ് റിയാക്ഷൻ നടക്കുമ്പം ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് മറ്റുള്ള സ്റ്റെപ്പിനേക്കാൾ വളരെ സ്ലോയിൽ നടക്കും. അത് ആ സ്ലോയിൽ നടക്കുന്ന സ്റ്റെപ്പാണ് ആ റിയാക്ഷന്റെ റേറ്റ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഇത് വേറൊരു സിമ്പിളായിട്ട് നമ്മൾ പഠിക്കാം. അതായത് നമ്മളൊരു റിലേ ഓടാൻ നിൽക്കുകയാണ്. 4 പേരില്ലേ ഒരു റിലേ ഓടാൻ. ഓക്കെ, അപ്പോൾ ഒരാൾക്ക് സ്പീഡ് കൂടുതലാണ്, ഒരാൾ വളരെ പതുക്കെ ഓടും. അപ്പോൾ ആ വളരെ പതുക്കെ ഓടുന്ന ആള് എത്രത്തോളം ദൂരം കവർ ചെയ്യുന്നു, അവൻ എത്ര സ്പീഡ് എടുക്കുന്നു എന്നതിനെ ഡിപ്പെൻഡ് അല്ലേ അവരുടെ വിജയം ഇരിക്കുന്നത്. അതിനെയല്ലേ ഡിപ്പെൻഡ് ചെയ്യുന്നത് അവരുടെ വിജയം. അതായത് സ്ലോ ഓടുന്ന ആൾ എങ്ങനെ പോകുന്നു, അല്ലെങ്കിൽ നമ്മൾ 4 പേര് പോവുകയാണ്, ഒരു കൊച്ചുകുട്ടി നമ്മളുടെ കൂടെ ഉണ്ട്. നമ്മുടെ ഒരു റേസ് കംപ്ലീറ്റ് ആവണമെങ്കിൽ നമ്മൾ അവിടെ എത്തണം. ഒരു പോയിന്റ്, ഫിനിഷിംഗ് പോയിന്റ് തന്നിട്ടുണ്ട്. അവിടെ എത്തണമെങ്കിൽ ഈ കൊച്ചുകുട്ടി എത്ര വേഗതയിൽ അവൻ എടുക്കുന്നു, എത്ര വേഗത അവൻ നടക്കുന്നു എന്നുള്ളതിനെയല്ലേ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ബാക്കിയെല്ലാവരും നോർമലി നടക്കും, അവൻ എത്ര എഫേർട്ട് ഇടുന്നു. അപ്പോൾ റേറ്റ് എപ്പോഴും ഡിറ്റർമൈൻ ചെയ്യുന്നത് എന്താണ്? സ്ലോവസ്റ്റ് സ്റ്റെപ്പാണ്. ആ സ്ലോവസ്റ്റ് സ്റ്റെപ്പിനെ ഡിറ്റർമൈൻ ചെയ്തിരിക്കും ആ ഒരു കെമിക്കൽ റിയാക്ഷന്റെ റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? In a complex reaction, one of the step is lower than the other step. The overall rate of the reaction is controlled by this step. Overall reaction ഏത് സ്റ്റെപ്പിനെയാണ്? ഈ സ്റ്റെപ്പിനെയാണ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഈ സ്റ്റെപ്പിനെ എന്ത് വിളിക്കുന്നു? റേറ്റ് ഡിറ്റർമൈനിങ് സ്റ്റെപ്പ് എന്നാണ് വിളിക്കുന്നത്. The sequence of step by which a chemical reaction occurs is called the mechanism of reaction. അപ്പോൾ ഒരു റിയാക്ഷൻ നടക്കുന്ന ഇങ്ങനത്തെ സീക്വൻസ് ഓഫ് സ്റ്റെപ്പുകളെയാണ് എന്ത് വിളിക്കുന്നത്? മെക്കാനിസംസ് ഓഫ് റിയാക്ഷൻ എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആയോ ഇത്രയും കാര്യങ്ങൾ? അപ്പോൾ എലമെന്ററി റിയാക്ഷനും കോംപ്ലക്സ് റിയാക്ഷനും ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. നമുക്കൊരു റേറ്റ് ലോ തന്നിട്ടുണ്ട്. R is equal to K, A concentration raised to 3/2, B concentration of B raised to 1/2. അങ്ങനെയാണെങ്കിൽ ഇത് ക്വസ്റ്റ്യൻ ഇതാണ്. ഇതിന്റെ ഓർഡറും മോളിക്കുലാരിറ്റിയും കണ്ടുപിടിക്കാം. ഇതിന്റെ ഓർഡർ എങ്ങനെ വരും? ഓർഡർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഓർഡർ n എന്ന് പറഞ്ഞാൽ എന്താണ്? x പ്ലസ് y ആണ്. അതായത് പവറുകളുടെ സം ആണ്. ഇവിടെ പവർ എത്രയാണ്? എയുടെ പവർ 3/2 പ്ലസ് ബിയുടെ പവർ ഏതാണ്? 1/2. ദാറ്റ് ഈസ് എന്ത് വരും? 4/2, 2 എന്ന് വരും ഓർഡർ. ഇനി മോളിക്കുലാരിറ്റി എങ്ങനെയാണ്? മോളിക്കുലാരിറ്റി എന്ന് പറഞ്ഞാൽ സൈമിൾട്ടേനിയസ്ലി അവിടെ എത്ര റിയാക്ഷൻ സ്പീഷീസ് കൊളൈഡ് ചെയ്യുന്നുണ്ട്. എത്രയാണ്? A 1ആണ്, B 1ആണ്. ദാറ്റ് ഈസ് 1 + 1 ഈസ് ഈക്വൽ ടു 2. അപ്പൊ ഓർഡറും 2, മോളിക്കുലാരിറ്റിയും 2. അപ്പൊ രണ്ടും ഒരേപോലെ വരണമെന്നില്ല, അങ്ങനെ വരാതിരിക്കത്തുമില്ല. അപ്പൊ ആകാതെയും ഇരിക്കാം. ഓക്കെ ആണോ? അപ്പൊ ഓർഡർ എങ്ങനെ കണ്ടുപിടിക്കുന്നു, മോളിക്കുലാരിറ്റി എങ്ങനെ കണ്ടുപിടിക്കുന്നു? ക്ലിയർ ആയോ ഈ കാര്യങ്ങൾ? ഓക്കെ ആണോ? ഓക്കെ ആണെങ്കിൽ നമുക്ക് റേറ്റ് കോൺസ്റ്റന്റ്, ഓരോ ഓർഡറിന്റെയും റേറ്റ് കോൺസ്റ്റന്റിന്റെ യൂണിറ്റുകളെ പറ്റി പഠിക്കാം. ഓക്കെ, അപ്പോൾ അത് നോക്കിക്കേ. യൂണിറ്റ് ഓഫ് റേറ്റ് കോൺസ്റ്റന്റ്. അപ്പോൾ ഓരോന്നിന്റെയും യൂണിറ്റുകൾ നമ്മൾ ഓൾറെഡി പഠിച്ചായിരുന്നു. എന്തായിരുന്നു ആ ജനറൽ എക്സ്പ്രഷൻ? നമ്മൾ യൂണിറ്റ് ഓഫ് റേറ്റ് കോൺസ്റ്റന്റ് കണ്ടുപിടിക്കുന്ന ജനറൽ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് എന്തായിരുന്നു? മോൾ റേസ് ടു 1 - n, L raised to n minus 1, S raised to minus 1. ഇതായിരുന്നു നമ്മുടെ യൂണിറ്റ് കണ്ടുപിടിക്കുന്ന ജനറൽ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ഇനി ഓരോന്നിനും നോക്കിക്കേ. സീറോ ഓർഡർ റിയാക്ഷൻ ആകുമ്പോൾ നമ്മുടെ ഓർഡർ ആണ് ആ n കൊണ്ട്, അല്ലെ? ഓർഡറിനെ റെപ്രസെന്റ് ചെയ്യാനാണ് നമ്മൾ n കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പൊ സീറോ ഓർഡർ റിയാക്ഷൻ ആകുമ്പോൾ എങ്ങനെ വരും? മോൾ റേസ് ടു 1 - 0, L റേസ് ടു 0 - 1, S റേസ് ടു -1. അപ്പൊ എങ്ങനെ വരും നമ്മുടെ യൂണിറ്റ്? മോൾ L റേസ് ടു -1, S റേസ് ടു 1. അതായത് S റേസ് ടു -1. അപ്പൊ എന്താണ്? മോൾ ലിറ്റർ ഇൻവേഴ്സ് സെക്കൻഡ് ഇൻവേഴ്സ്. ഈ യൂണിറ്റ് നമ്മൾ ഓൾറെഡി പഠിച്ചല്ലേ. ഇത് എന്തിന്റെ യൂണിറ്റ് ആയിരുന്നു? നമ്മൾ ആദ്യം പഠിച്ചല്ലേ റേറ്റ് കോൺസ്റ്റ്. ആദ്യം പഠിച്ചല്ലേ നമ്മൾ റേറ്റ് ഓഫ് എ റിയാക്ഷൻ. ഒരു റിയാക്ഷന്റെ റേറ്റിന്റെ യൂണിറ്റ് എന്താണ്? മോൾ ലിറ്റർ ഇൻവേഴ്സ് സെക്കൻഡ് ഇൻവേഴ്സ്. അത് തന്നെയാണ് എന്ത്? നമ്മുടെ സീറോ ഓർഡറിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അടുത്ത ഫസ്റ്റ് ഓർഡറിന് എങ്ങനെ വരും? ഫസ്റ്റ് ഓർഡറിന് നമുക്ക് എന്ത് കൊടുക്കാം? n നമുക്ക് 1 ഇട്ട് കൊടുക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ ജനറൽ ഇക്വേഷൻ. അപ്പോൾ മോൾ റേസ് ടു 1 - 1, L റേസ് ടു 1 - 1, S റേസ് ടു -1. അപ്പൊ എന്ത് വരും? യൂണിറ്റ് എങ്ങനെ വരും? S ഇൻവേഴ്സ് സെക്കൻഡ് ഇൻവേഴ്സ് വരും. അപ്പൊ ഫസ്റ്റ് ഓർഡറിന്റെ റേറ്റ് കോൺസ്റ്റന്റിന്റെ യൂണിറ്റ് എന്താണ്? സെക്കൻഡ് ഇൻവേഴ്സ്. ഇനി സെക്കൻഡ് ഓർഡർ ആകുമ്പോൾ നമ്മുടെ ജനറൽ ഇക്വേഷൻ നമുക്കറിയാം. മോൾ റേസ് ടു 1 - n, L റേസ് ടു n - 1, S റേസ് ടു -1. അപ്പൊ എങ്ങനെ വരും? മോൾ റേസ് ടു 1 - 2, L റേസ് ടു 2 - 1, S റേസ് ടു -1. അപ്പൊ എങ്ങനെ വരും? മോൾ റേസ് ടു -1, L
സെക്കൻഡ് ഇൻവേഴ്സ്. ഇതാണ് സെക്കൻഡ് ഓർഡറിന്റെ റേറ്റ് കോൺസ്റ്റന്റിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് എക്സാമിന് എന്തായാലും ചോദിക്കുന്ന ഒരു മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. നമുക്കൊരു ക്വസ്റ്റ്യൻ ഡയറക്റ്റ് തരും, ആ യൂണിറ്റ് കണ്ടിട്ട് നിങ്ങൾ അത് ഏത് ഓർഡർ ആണെന്ന് പറയണം. മക്കളെ ആദ്യം എന്താണ് മോൾ, ലിറ്റർ ഇൻവേഴ്സ്, സെക്കൻഡ് ഇൻവേഴ്സ് ഒരു യൂണിറ്റ് കിടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നോക്കുമ്പോഴേ പറഞ്ഞൂടെ അത് ഏതാണ്? സീറോ ഓർഡർ ആണ്. സെക്കൻഡ് ഇൻവേഴ്സ് ആണെങ്കിൽ അത് ഏതാണ്? ഫസ്റ്റ് ഓർഡർ ആണ്. അതുപോലെ മോൾ ഇൻവേഴ്സ്, ലിറ്റർ, സെക്കൻഡ് ഇൻവേഴ്സ് ആണെങ്കിൽ ഏതാണ്? സെക്കൻഡ് ഓർഡർ ആണ്. അപ്പോൾ ഒരു യൂണിറ്റ് കണ്ടിട്ട് അത് ഏത് ഓർഡർ ആണെന്ന് നിങ്ങൾക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് കൃത്യമായിട്ട് പഠിച്ചു വെച്ചിരിക്കുക. സീറോ ഓർഡറിന്റെയും ഫസ്റ്റ് ഓർഡറിന്റെയും സെക്കൻഡ് ഓർഡറിന്റെയും യൂണിറ്റുകൾ നോക്കിക്കേ. The unit of rate constant for different ordered reaction. ഇത് നിങ്ങളുടെ NCERT കൊടുത്തിരിക്കുന്നതാണ്. സീറോ ഓർഡർ, ഫസ്റ്റ് ഓർഡർ, സെക്കൻഡ് ഓർഡർ. സീറോ ഓർഡർ ആകുമ്പോൾ എന്താണ് ഇക്വേഷൻ വരുന്നത്? യൂണിറ്റ് വരുന്നത് മോൾ, ലിറ്റർ ഇൻവേഴ്സ്, സെക്കൻഡ് ഇൻവേഴ്സ്. ഫസ്റ്റ് ഓർഡർ ആണെങ്കിൽ സെക്കൻഡ് ഇൻവേഴ്സ്, സെക്കൻഡ് ഓർഡർ ആണെങ്കിൽ മോൾ ഇൻവേഴ്സ്, ലിറ്റർ, സെക്കൻഡ് ഇൻവേഴ്സ്. അപ്പോൾ ചില ക്വസ്റ്റ്യൻസിലെ നമുക്ക് യൂണിറ്റ് തന്നിരിക്കും, അവർ ഏത് ഓർഡർ ആണെന്ന് പറയത്തില്ല. അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് ഏത് ഓർഡർ ആണെന്നൊക്കെ അറിയുന്ന ഇക്വേഷൻ ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഓർഡർ ഏതാണ് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഈ യൂണിറ്റ് കണ്ടിട്ട് നിങ്ങൾ തിരിച്ചറിയണം അത് ഏത് ഓർഡർ ആണ്. സീറോ ഓർഡർ ആണോ? മോൾ, ലിറ്റർ ഇൻവേഴ്സ്, സെക്കൻഡ് ഇൻവേഴ്സ് ആണെങ്കിൽ അതെന്താണ്? സീറോ ഓർഡർ ആണ്. ഇനി സെക്കൻഡ് ഇൻവേഴ്സ് ആണ് യൂണിറ്റ് എങ്കിൽ എന്താണ്? അത് ഫസ്റ്റ് ഓർഡർ ആണ്. അപ്പം നിങ്ങൾ യൂണിറ്റ് കണ്ടിട്ട് തിരിച്ചറിയണം ഇത് ഏത് ഓർഡർ ആണെന്ന്. മിക്ക ക്വസ്റ്റ്യനിലും തന്നിരിക്കും ഏത് ഓർഡർ റിയാക്ഷൻ ആണ് തന്നിരിക്കും. ഇനി തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ ചിലപ്പോൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി തരണമെന്നില്ല. അങ്ങനെയാണെങ്കിൽ എന്താണ്? യൂണിറ്റ് കണ്ടിട്ട് നിങ്ങൾ പറയണം ഏത് ഓർഡർ ആണ് ഈ റിയാക്ഷൻ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചിരിക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്, എക്സാമിന് ചോദിക്കുന്നതുമാണ്. ഓക്കെ ആണോ? ഓക്കെ, അപ്പം നമ്മൾ കോൺസെൻട്രേഷൻ എന്താണ്, ഓർഡറും മോളിക്കുലാരിറ്റിയൊക്കെ പഠിച്ചു, അതിൻ്റെ യൂണിറ്റുകളും പഠിച്ചു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കിനി ഓരോ ഓർഡറിൻ്റെയും ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷനിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ ഈ ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ നിങ്ങൾക്ക് NCERT-യിൽ 2 എണ്ണേ ഉള്ളൂ. അപ്പോൾ 2 എണ്ണം കൃത്യമായിട്ട് പഠിച്ചു വെച്ചിരിക്കുക മക്കൾ. അതിൻ്റെ ഡെറിവേഷൻ നിങ്ങൾക്ക് ചോദിക്കത്തില്ല, അതിൻ്റെ ഫൈനൽ ഇക്വേഷൻ ആണ് നിങ്ങൾക്ക് ചോദിക്കുന്നത്. എന്നാലും ടീച്ചർ എങ്ങനെയാണത് വരുന്നതെന്നൊന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇത് ഓൾറെഡി നമ്മൾ പഠിച്ചാണ്, ശ്രദ്ധിച്ചിരിക്കാം. ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ. These are equations relating the rate of reaction and concentration of reactant. എന്താണ്? ഒരു റിയാക്ഷന്റെ റേറ്റിനെയും അതിന്റെ റിയാക്ടന്റുകളുടെ കോൺസെൻട്രേഷനെയും തമ്മിൽ റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ ആണ് ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ. ഡിഫറെന്റ് ഓർഡർ റിയാക്ഷൻ ഹാവ് ഡിഫറെന്റ് ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ. ഇപ്പൊ സീറോ ഓർഡറിന്റെ ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ അല്ല എന്തിൻ്റെത്? ഫസ്റ്റ് ഓർഡറിന്റെ. രണ്ടും ഡിഫറെന്റ് ആണ്. നിങ്ങൾക്ക് സീറോ ഓർഡറും ഫസ്റ്റ് ഓർഡറും മാത്രമേ പഠിക്കാവുള്ളൂ. അപ്പം നമുക്ക് ആദ്യം ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ഫോർ സീറോ ഓർഡർ റിയാക്ഷൻ നോക്കാം. ഓക്കെ, നമ്മളൊരു റിയാക്ഷൻ എടുക്കുന്നു. R gives P, നമ്മുടെ ജനറൽ റിയാക്ഷൻ. അപ്പോൾ ഇതിൻ്റെ റേറ്റ്, ഇൻസ്റ്റന്റേനിയസ് റേറ്റ് നമുക്ക് എങ്ങനെ എഴുതാം? മൈനസ് ഡി കോൺസെൻട്രേഷൻ ഓഫ് R/dt ഈസ് ഈക്വൽ ടു ഡി കോൺസെൻട്രേഷൻ ഓഫ് P/dt. അല്ലെങ്കിൽ റേറ്റിനെ നമുക്ക് എങ്ങനെ എഴുതാം? റേറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഡി കോൺസെൻട്രേഷൻ ഓഫ് R/dt എന്ന് എഴുതാം. ഇനി റേറ്റ് ലോ വെച്ചിട്ട് നമ്മൾ റേറ്റ് എങ്ങനെ എഴുതിയേ? റേറ്റ് ഈസ് ഈക്വൽ ടു കെ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റന്റ്. ഇതൊരു സീറോ ഓർഡർ റിയാക്ഷൻ അല്ലേ? അപ്പൊ അതിന്റെ റേസ് ടു പവർ എന്താ വരിക? 0. മനസ്സിലായോ? ഓക്കെ, നോക്കിക്കേ, ഇതിന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡുകൾ രണ്ടും ഒന്നല്ലേ? ഇപ്പൊ ഇത് ഇക്വേഷൻ നമ്പർ 1, ഇത് ഇക്വേഷൻ നമ്പർ 2. അങ്ങനെയാണെങ്കിൽ രണ്ടും LHS സെയിം അല്ലേ? അപ്പൊ നമുക്ക് RHS ഇക്വേറ്റ് ചെയ്യാലോ. എങ്ങനെ വരും? മൈനസ് dR/dt ഈസ് ഈക്വൽ ടു കെ R⁻0. ഇനി നോക്കിക്കേ, R⁻0 എന്ന് വെച്ചാൽ എന്താണ്? 1 ആണ്. അപ്പൊ നമുക്ക് ഇതിനെ വീണ്ടും എങ്ങനെ എഴുതാം? മൈനസ് dR/dt ഈസ് ഈക്വൽ ടു കെ എന്ന് എഴുതിക്കൂടെ? എഴുതാം. മക്കളെ, ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്തേ. ഇതിനെ റീഅറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഡി കോൺസെൻട്രേഷൻ ഓഫ് R ഈസ് ഈക്വൽ ടു മൈനസ് കെ. ഈ താഴെ കിടക്കുന്ന dt നമ്മൾ ഇപ്പുറത്തേക്ക് കൊണ്ടു, അപ്പം മൾട്ടിപ്പിൾ ആവത്തില്ലേ? അപ്പം എങ്ങനെ വരും? ഡി കോൺസെൻട്രേഷൻ ഓഫ് R ഈസ് ഈക്വൽ ടു മൈനസ് കെ dt എന്ന് കിട്ടും. ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമുക്കൊരു ഇക്വേഷൻ കിട്ടി. ഇതിനെ നമ്മൾ ഇനി ഇന്റഗ്രേറ്റ് ചെയ്യണം. നമുക്ക് ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ അല്ലേ വേണ്ടത്? ഇതിനെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യും. ഓക്കെ, ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നോക്കിക്കേ, കുറച്ച് ടേംസ് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക. ഇന്റഗ്രൽ dx എന്ന് പറയുന്നത് എന്താണ്? x ആണ്. അപ്പൊ ഇന്റഗ്രൽ dr എന്ന് പറയുന്നത് എന്താണ്? r ആണ്. അപ്പൊ നമുക്ക് ഈ ഇക്വേഷൻ എങ്ങനെ എഴുതാം? r
കോൺസെൻട്രേഷൻ ഓഫ് ആർ ഈസ് ഈക്വൽ ടു, ആ മൈനസ് ഇങ്ങ് ഇന്റഗ്രലിന്റെ വെളിയിലെടുക്കാം. അപ്പോൾ കെയും കോൺസ്റ്റന്റ് അല്ലേ, അതും ഇങ്ങ് വെളിയിലെടുക്കാം. അപ്പോൾ ബാക്കി എന്താണ്, ഇന്റഗ്രൽ ഡി ടി. ഇന്റഗ്രൽ ഡി എക്സ് എന്താണ്, എക്സ് ആണ്. അപ്പോൾ ഇന്റഗ്രൽ ഡി ടി എന്താണ്, ടി ആണ്. അപ്പോൾ എങ്ങനെ എഴുതാം ഇതിനെ, മൈനസ് കെ ടി പ്ലസ് സി. കിട്ടത്തില്ലേ? ഓക്കെ. അപ്പം നമുക്കിനി അടുത്ത സ്റ്റെപ്പിൽ, ഇതാണ് നമുക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്, ഇക്വേഷൻ നമ്പർ 3 വരത്തില്ലേ, ഇക്വേഷൻ നമ്പർ 3 എന്ന് കൊടുക്കുക. ഇനി നമുക്ക് എന്താ ചെയ്യുക, ഈ കോൺസ്റ്റന്റിന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം. ആ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഇനിഷ്യൽ കണ്ടീഷൻ അപ്ലൈ ചെയ്യുക. അപ്ലൈയിങ് ഇനിഷ്യൽ കണ്ടീഷൻ. ഇനിഷ്യൽ കണ്ടീഷൻ അപ്ലൈ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്, T0 ആയിരിക്കുന്ന സമയം, നമ്മുടെ തുടക്ക സമയത്തിൽ റിയാക്ഷൻ തുടങ്ങിയിട്ടില്ല. ആ സമയത്തിൽ നമ്മുടെ R, അതായത് റിയാക്ടന്റുകളുടെ കോൺസെൻട്രേഷൻ എങ്ങനെയാണ്, മാക്സിമം അല്ലേ. റിയാക്ഷൻ പ്രൊസീഡ് ചെയ്യുന്നതിനനുസരിച്ചാണ് റിയാക്ടന്റുകളുടെ കോൺസെൻട്രേഷൻ കുറയുന്നതും പ്രൊഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ കൂടുന്നതും. അപ്പൊ തുടക്ക സമയത്തിൽ T0 ആയിരിക്കുമ്പം റിയാക്ടന്റുകളുടെ കോൺസെൻട്രേഷൻ മാക്സിമം ആണ്. ആ മാക്സിമത്തിനെ നമുക്ക് R, T0 ആകുമ്പോൾ, T0 ആയിരിക്കുന്ന സമയത്ത് കോൺസെൻട്രേഷൻ ഓഫ് R എന്ന് പറയുന്നത് R0 എന്ന് കൊടുക്കാം. അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, മാക്സിമം എന്നാണ് അർത്ഥം. മാക്സിമം ആയിരിക്കും അല്ലേ, റിയാക്ടന്റുകളുടെ കോൺസെൻട്രേഷൻ മാക്സിമം ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു കണ്ടീഷൻ എവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം, ഇവിടെ ഈ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ R എന്നുള്ളത് R മാക്സിമം ആയി. R0 ഈസ് ഈക്വൽ ടു മൈനസ് കെ ഇൻറ്റു 0 പ്ലസ് സി. അപ്പോൾ എന്ത് വരും, കോൺസെൻട്രേഷൻ ഓഫ് R0 ഈസ് ഈക്വൽ ടു സി. അപ്പോൾ നമുക്ക് സിയുടെ വാല്യൂ കിട്ടിയില്ലേ. ഈ സിയുടെ വാല്യൂവിനെ നമ്മൾ എവിടെ അപ്ലൈ കൊടുക്കുന്നു, ഇക്വേഷൻ നമ്പർ 3 അപ്ലൈ ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ ഇക്വേഷൻ എങ്ങനെ മാറും, കോൺസെൻട്രേഷൻ ഓഫ് R ഈസ് ഈക്വൽ ടു മൈനസ് കെ ടി പ്ലസ് R0 എന്ന് വരത്തില്ലേ. ഇനി ഈ ഇക്വേഷനെ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കൊടുക്കണം. ഓക്കെ. അപ്പോൾ ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്യുമ്പം കെ ടി ഈസ് ഈക്വൽ ടു R0 മൈനസ് R എന്ന് വരും. നമുക്ക് എന്താണ് വേണ്ടത്, ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ആണ്. അപ്പോൾ കെയുടെ ടേംസിൽ നമുക്ക് കിട്ടണം. ദാറ്റ് ഈസ് കെ ഈസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് R0 മൈനസ് കോൺസെൻട്രേഷൻ ഓഫ് R ബൈ ടി എന്ന് വരും. മക്കളെ നോക്കിക്കേ, ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഓർഡറിന്റെ ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ. ഫസ്റ്റ് ഓർഡറിന്റെ ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ആണ്. പ്രോബ്ലം സെക്ഷനിൽ ഈ ഇക്വേഷൻ നമുക്ക് വളരെയധികം വേണ്ടുന്നതാണ്. നിങ്ങൾക്ക് ഈ ഡെറിവേഷൻ ഒന്നും ചോദിക്കില്ല, ഡെറിവേഷൻ എഴുതാൻ ചോദിക്കില്ല. പ്രോബ്ലം ചെയ്യാൻ നമുക്ക് വേണ്ടത് ഈ ഫൈനൽ ഇക്വേഷൻ മാത്രമാണ്. 0 ഓർഡറിന്റെയും ഫസ്റ്റ് ഓർഡറിന്റെയും ആ ഫൈനൽ ഇക്വേഷൻ മാത്രം മതി നമുക്ക് പ്രോബ്ലം ചെയ്യാൻ. അപ്പോൾ ഇത് വന്ന രീതി നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി ഇതിനകത്ത് വരുന്ന ചെറിയ ചോദ്യമാണ്, ഇതിന്റെ ഗ്രാഫ് നമുക്ക് വേണം. നോക്കിക്കേ, നമുക്ക് ഈ ഇക്വേഷൻ നമ്പർ 4 എന്ന് കൊടുക്കാം. ആ ഇക്വേഷൻ നമ്പർ 4 നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? നോക്കിക്കേ, കോൺസെൻട്രേഷൻ ഓഫ് R ഈസ് ഈക്വൽ ടു മൈനസ് കെ ടി പ്ലസ് R0 ആണ്. മക്കളെ ഇത് നമ്മുടെ സ്ട്രെയിറ്റ് ലൈനിന്റെ ഇക്വേഷൻ അല്ലേ, y ഈസ് ഈക്വൽ ടു mx പ്ലസ് സി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഗ്രാഫ് ഒന്ന് വരയ്ക്കാം. നോക്കിക്കേ, ഇവിടെ x ആക്സിലും y ആക്സിലും എന്താണ് വരിക, y ആക്സിൽ നമ്മുടെ R0 വരും. എക്സ് ആക്സിൽ എന്താണ്, ടൈം ആണ്. എക്സ് ആക്സിൽ ടൈം ആണ്. നോക്കിക്കേ, എം സ്ലോപ്പ് എന്ന് പറയുന്നത് മൈനസ് വാല്യൂ, മൈനസ് കെ അല്ലേ വന്നിരിക്കുന്നത്. അപ്പൊ നെഗറ്റീവ് സ്ലോപ്പാണ് നമുക്ക് ഇടുന്നത്. അപ്പൊ ദാ താഴേക്ക് വരും. ഇനി നോക്കിക്കേ, ദാ ഇതല്ലേ y ഇന്റർസെപ്റ്റ്. ഇവിടുത്തെ y ഇന്റർസെപ്റ്റ് എത്രയാണ്, y ഇന്റർസെപ്റ്റ് ഇത് 6 ആണ്. y എന്ന് പറയുന്നത് 6 ആണ്. y ഇന്റർസെപ്റ്റ് എത്രയാണ്, R0 ആണ്. സ്ലോപ്പ് എത്രയാണ്, സ്ലോപ്പ് എന്ന് പറയുന്നത് മൈനസ് കെ ആണ്. ഇതാണ് ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ഫോർ 0 ഓർഡറിന്റെ ഗ്രാഫ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അപ്പൊ ഈ ഇക്വേഷൻ പഠിച്ചു വെച്ചിരിക്കുക, ഗ്രാഫ് ഒന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. ഗ്രാഫ് ഒന്നുമില്ല, നമ്മൾ ഇക്വേഷൻ നമ്പർ 4 എടുക്കുന്നു, നമ്മുടെ സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ ആണ്. അത് വെച്ചിട്ട് നമ്മൾ ഗ്രാഫ് വരയ്ക്കുമ്പോൾ നമുക്കറിയാം സ്ലോപ്പ് എം എന്ന് പറയുന്നത് മൈനസ് കെ ആണ്. സോ നമുക്ക് നെഗറ്റീവ് ഗ്രാഫ് കിട്ടും. ഇനി എന്താണ് y എന്താണ്, y ആക്സിൽ നമ്മൾ എന്തെടുക്കുന്നു, R എടുക്കുന്നു. y ഇന്റർസെപ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, R0 ആണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? ഓക്കെ ആയോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ 0 ഓർഡറിന്റെ ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഫസ്റ്റ് ഓർഡറിന്റെ ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ വേണം. ഇതിന്റെ ഡെറിവേഷൻ വേണ്ട, എന്നാലും ടീച്ചർ ജസ്റ്റ് ഒന്ന് കാണിക്കാം. പക്ഷേ 0 ഓർഡറിന്റെ നിങ്ങൾ പഠിച്ചതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഓർഡറിന്റെ നിങ്ങൾക്ക് സിമ്പിൾ ആണ്. ഒരു ചെറിയ വ്യത്യാസമേ വരുന്നുള്ളൂ. നമ്മുടെ ജനറൽ ഇക്വേഷൻ എന്താണ്, R ഗീവ്സ് T എന്നുള്ളതാണ്. അപ്പൊ അവിടെ നമ്മൾ എന്താ ചെയ്ത്, 0 ഓർഡറിന് നമ്മൾ ആദ്യം ഇൻസ്റ്റന്റേനിയസ് റേറ്റ് എഴുതി. ഇവിടെയും സെയിം അതേപോലെ നമ്മൾ ഇൻസ്റ്റന്റേനിയസ് റേറ്റ് എഴുതുകയാണ്. ഇൻസ്റ്റന്റേനിയസ് റേറ്റ് വരുമ്പോൾ മൈനസ് dr ബൈ dt ആണ്. ഇനി നമ്മൾ റേറ്റ് ലോ അനുസരിച്ച് എങ്ങനെ എഴുതാം,
റേറ്റ് ലോ അനുസരിച്ച് റേറ്റ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു ആർ. ഇവിടെ നോക്കിക്കേ, ഇവിടുത്തെ ഓർഡർ എന്ന് പറയുന്നത് 0 ഓർഡറിൽ നമ്മൾ റേസ് ടു പവർ ആയിട്ട് ഓർഡർ എത്രയായിരുന്നു? 0 ആയിരുന്നു. ഇവിടുത്തെ റേസ് ടു പവർ എന്താണ്? 1 വരുന്നു. നോക്കിക്കേ, ഇത് ഇക്വേഷൻ നമ്പർ 1, ഇത് ഇക്വേഷൻ നമ്പർ 2. രണ്ടും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്കറിയാം LHS എന്താണ്? സെയിം ആണ്. സോ RHS സെയിം ആണ്. അപ്പൊ എന്താവും? മൈനസ് dr/dt ഈസ് ഈക്വൽ ടു കെ r⁴ കെ ആർ എന്ന് നമുക്ക് കൊടുക്കാം. ഇനി ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്തേ. ആ ആറിന്റെ ടേമിങ് ഇപ്പുറത്ത് കൊണ്ടുവന്ന് നോക്കിക്കേ, ഇങ്ങനെ വരും. മൈനസ് dr/ കോൺസെൻട്രേഷൻ ഓഫ് r ഈസ് ഈക്വൽ ടു കെ ഡി ടി. ഇനി ആ മൈനസ് അങ്ങ് അപ്പുറത്ത് പോയേ, അപ്പൊ എന്താവും? dr/ കോൺസെൻട്രേഷൻ ഓഫ് r ഈസ് ഈക്വൽ ടു മൈനസ് കെ ഡി ടി. നമ്മൾ ഇത് വന്നപ്പോൾ അപ്പുറത്ത് എന്താ ചെയ്ത? ഇനി ഇന്റഗ്രേറ്റ് ചെയ്തു. ഇവിടെയും സെയിം അതേപോലെ ഇന്റഗ്രൽ കൊടുക്കുന്നു. ഇന്റഗ്രേഷൻ ചെയ്യണം. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്താ അപ്ലൈ ചെയ്യണം? ലിമിറ്റുകൾ അപ്ലൈ ചെയ്യണം. അപ്പൊ ഇവിടെ r0 ടു rt-യും ഇവിടെ 0 ടു t. ഇനി നിങ്ങൾക്ക് ചില ടേംസുകൾ പഠിക്കണം. ഇന്റഗ്രൽ dx/x എന്ന് പറഞ്ഞാൽ എന്താണ്? ln x ആണ്. ഇന്റഗ്രൽ dx/x എന്ന് പറയുന്നത് ln x ആണ്. അപ്പോൾ ഇന്റഗ്രൽ dr/r എന്ത് നമുക്ക് ഇങ്ങനെ കൊടുക്കാം? ഇന്റഗ്രൽ dr/r ഈസ് ഈക്വൽ ടു ln r എന്ന് കൊടുക്കാം. പക്ഷെ അതിന്റെ കൂടെ നമ്മൾ എന്തും കൊടുക്കണം? ലിമിറ്റ് കൊടുക്കണം. rt താഴെ ഏത് കൊടുക്കണം? r0 കൊടുക്കണം. ഓക്കെ, ഇനി ഇന്റഗ്രൽ, ഇവിടെ ഇന്റഗ്രൽ dx ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്. അപ്പൊ ഇന്റഗ്രൽ dt എന്ത് വരും? ഇന്റഗ്രൽ dt t ആണ്. ആ മൈനസ് കെ നമ്മൾ ഇന്റഗ്രലിന്റെ വെളിയിൽ എടുക്കുക അല്ലെ? കോൺസ്റ്റന്റ് ആണ്. ആ മൈനസ് നമ്മൾ അതിന്റെ കൂടെ എടുക്കുന്നു. അപ്പൊ എന്ത് വരും? മൈനസ് കെ ടി. ഇനി ഇവിടെ എന്ത് വേണം? ഇവിടെ ഈ മൈനസ് ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? അടുത്ത അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ln rt മൈനസ് ln r0 ഈസ് ഈക്വൽ ടു മൈനസ് കെ ടി. മൈനസ് കെ ടി. ഇനി ln a മൈനസ് ln b എങ്ങനെ എഴുതാം? നമുക്ക് ln a/b എന്ന് കൊടുക്കാം. അപ്പൊ ഇവിടെ എങ്ങനെ വരും? ln rt/r0 ഈസ് ഈക്വൽ ടു മൈനസ് കെ ടി എന്ന് കൊടുക്കാം. ഇനി ഈ മൈനസ് പോകാൻ വേണ്ടി നമുക്ക് ചെറിയൊരു റീഅറേഞ്ച്മെന്റ് ഇതിനെ ഒന്ന് മാറ്റി കൊടുക്കുന്നത് നോക്കിക്കേ. ln r0 കോൺസെൻട്രേഷൻ ഓഫ് r t ഈസ് ഈക്വൽ ടു കെ ടി എന്ന് കൊടുക്കുക. അപ്പൊ ഇത്രയും റീഅറേഞ്ച്മെന്റ് മനസ്സിലായോ? അപ്പൊ നോക്കിക്കേ, ഇപ്പൊ വന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് ln കോൺസെൻട്രേഷൻ ഓഫ് r0 കോൺസെൻട്രേഷൻ ഓഫ് r t ഈസ് ഈക്വൽ ടു കെ ടി എന്ന് വന്നു. അപ്പൊ നമുക്ക് കെ ഇല്ലേ വേണ്ടത്? അപ്പൊ കെ ഈസ് ഈക്വൽ ടു ഒന്ന് റീഅറേഞ്ച് ചെയ്താൽ 1/t ln കോൺസെൻട്രേഷൻ ഓഫ് r0 rt എന്ന് വരും. നമുക്ക് ln എങ്ങോട്ട് മാറ്റുന്നു? നമ്മൾ നാച്ചുറൽ ലോഗിൽ നിന്ന് LOG ലോഗിലേക്ക് മാറ്റുകയാണ്. മാറ്റാൻ എന്താ ചെയ്യുക? 2.303 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇതെങ്ങനെ വരും? കെ ഈസ് ഈക്വൽ ടു 2.303/t ln ലോഗ് r0/rt എന്ന് വരും. ഇതാണ് ഫസ്റ്റ് ഓർഡറിന്റെ ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ. ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ഫോർ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. ഇതിന്റെയും ഡെറിവേഷൻ നിങ്ങൾക്ക് ചോദിക്കില്ല. ചോദിക്കുന്ന എന്താണ്? ഈ ഇക്വേഷൻ, ഫൈനൽ ഇക്വേഷൻ വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ആണ് നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. അപ്പൊ 0 ഓർഡർ റിയാക്ഷന്റെയും ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെയും ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ കണ്ടുപിടിക്കുന്ന ആ ഇക്വേഷൻ കെയുടെ വാല്യൂ കണ്ടുപിടിക്കുന്നത് പഠിച്ചു വെച്ചിരിക്കുക. അപ്പൊ നമ്മൾ 0 ഓർഡറിന് ഗ്രാഫ് പഠിച്ചില്ലേ? അതേപോലെ ഫസ്റ്റ് ഓർഡറിനും ഗ്രാഫ് ഉണ്ട്. അപ്പൊ ഫസ്റ്റ് ഓർഡറിന്റെ ഗ്രാഫ് വരയ്ക്കാൻ വേണ്ടി നമ്മൾ ഈ ഒരു ഇക്വേഷൻ നോക്കാം. നോക്കിക്കേ, ഈ ഒരു ഇക്വേഷനിൽ നമുക്ക് ln rt ഈസ് ഈക്വൽ ടു മൈനസ് കെ ടി പ്ലസ് ഇതങ്ങ് അപ്പുറത്ത് കൊണ്ടുപോയാൽ ln r0 എന്നാവില്ലേ? ആവും. അപ്പോൾ ഈ ഇക്വേഷൻ സ്ട്രെയിറ്റ് ലൈനിൻ്റെ ഇക്വേഷനുമായിട്ടൊന്ന് കമ്പയർ ചെയ്യുമ്പോൾ നോക്കിയേ, y ഈസ് ഈക്വൽ ടു mx പ്ലസ് c ആയിട്ടൊന്ന് കമ്പയർ ചെയ്ത് പറഞ്ഞേ. അപ്പോൾ എന്നിട്ട് നമുക്ക് ഗ്രാഫ് വരച്ചൂടെ? ഇനി y ഈസ് ഈക്വൽ ടു mx പ്ലസ് c. അപ്പോൾ ഇക്വേഷൻ ഇങ്ങോട്ട് എഴുതാം നമുക്ക്. ln rt കോൺസെൻട്രേഷൻ ഓഫ് rt ഈസ് ഈക്വൽ ടു മൈനസ് കെ ടി പ്ലസ് ln r0. ഇതിനെയാണ് നമ്മൾ y ഈസ് ഈക്വൽ ടു mx പ്ലസ് സിയുമായിട്ട് കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഗ്രാഫ് എങ്ങനെ വരും? ഗ്രാഫ് വരയ്ക്കുന്നു. എക്സ് ആക്സിസും വൈ ആക്സിസും. വൈ ആക്സിൽ എന്താണ്? ln rt. ഇനി എക്സ് ആക്സിൽ എന്ത് വരും? ടൈം വരും. ഇവിടെയും നോക്കിക്കേ, സ്ലോപ്പ് m എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്. സോ സ്ലോപ്പ് താഴേക്ക് വരും. സ്ലോപ്പ് ഈസ് ഈക്വൽ ടു
മൈനസ് എം വരും. ഇനി y ഇന്റർസെപ്റ്റ് എന്താണ്? ln r0 ആണ്. ഓക്കെ ആണോ? ഓക്കെ. ഓക്കെ, അപ്പോൾ ഇതാണ് സീറോ ഓർഡറിന്റെയും ഫസ്റ്റ് ഓർഡറിന്റെയും ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ആ ഫൈനൽ ഇക്വേഷൻ കൃത്യമായിട്ട് പഠിച്ചു വെച്ചിരിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ മെയിൻ ഒരു പാർട്ടാണ് കഴിഞ്ഞത്. രണ്ട് ഇക്വേഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഇക്വേഷൻസ് ആണ്, ഡെറിവേഷൻ നിങ്ങൾക്ക് പഠിക്കാൻ എക്സാമിന് നിങ്ങൾക്ക് ഡിറൈവ് ചെയ്യാൻ ചോദിക്കില്ല, പക്ഷേ അത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് നിങ്ങൾക്ക് ചോദിക്കും. അപ്പോൾ സീറോ ഓർഡറിന്റെ ഫൈനൽ ഇക്വേഷൻ ഓർത്ത് വെച്ചിരിക്കുക, ഫസ്റ്റ് ഓർഡറിന്റെയും ഫൈനൽ ഇക്വേഷൻ ഓർത്ത് വെച്ചിരിക്കുക. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഹാഫ് ലൈഫ് ഓഫ് എ റിയാക്ഷൻ. ഹാഫ് ലൈഫ് എന്താണ് മക്കളെ? ഒരു ഹാഫ് ലൈഫ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഹാഫ് ലൈഫ് ഒരു റിയാക്ഷൻ തുടങ്ങുമ്പോൾ അതിന്റെ റിയാക്ടന്റിന്റെ ഒരു കോൺസെൻട്രേഷൻ ഉണ്ടല്ലോ, ആ റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ അതിന്റെ പകുതിയാകാൻ എടുക്കുന്ന സമയത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഹാഫ് ലൈഫ് ഓഫ് എ റിയാക്ഷൻ. ഇപ്പം നമ്മൾ ഒരു ബിരിയാണി കഴിക്കാൻ പോവുകയാണെങ്കിൽ ആദ്യമുള്ളതിന്റെ പകുതി എത്താൻ എത്ര സമയം എടുക്കുന്നു? മനസ്സിലായോ? ആദ്യം ഒരു കോൺസെൻട്രേഷൻ കാണും, അതിന്റെ പകുതി എത്താൻ എത്ര സമയം എടുക്കുന്നു, അതിനെയാണ് ഹാഫ് ലൈഫ് എന്ന് വിളിക്കുന്നത്. അതിനെ ഡിനോട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ടി ഹാഫ് വെച്ചിട്ടാണ്. നോക്കിക്കേ, ദ ഹാഫ് ലൈഫ് ഓഫ് എ റിയാക്ഷൻ ഈസ് ദ ടൈം ടേക്കൺ ഫോർ ദ കോൺസെൻട്രേഷൻ ഓഫ് എ റിയാക്ടന്റ് ഈസ് റെഡ്യൂസ്ഡ് ടു 1/2 ഓഫ് ദ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ. അതിന്റെ ഇനീഷ്യൽ കോൺസെൻട്രേഷന്റെ ഹാഫ് എത്താൻ എടുക്കുന്ന സമയത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഹാഫ് ലൈഫ് ഓഫ് എ റിയാക്ഷൻ. അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ടി ഹാഫ് എന്നാണ്. അപ്പൊ ഇതിന്റെയും ഫസ്റ്റ് ഓർഡർ സീറോ ഓർഡറിന്റെയും ഫസ്റ്റ് ഓർഡറിനും ഡിഫറെന്റ് ഹാഫ് ലൈഫ് ആണുള്ളത്. അത് എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളാണ് നമുക്ക് പഠിക്കേണ്ടത്. അപ്പൊ ആദ്യം ഹാഫ് ലൈഫ് ഫോർ സീറോ ഓർഡർ റിയാക്ഷൻ നോക്കണം. അപ്പോൾ ഹാഫ് ലൈഫ് ഓഫ് സീറോ ഓർഡർ റിയാക്ഷൻ, സീറോ ഓർഡർ റിയാക്ഷന്റെ ഹാഫ് ലൈഫ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ സീറോ ഓർഡർ റിയാക്ഷന്റെ ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ എന്തായിരുന്നു? ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ഓഫ് സീറോ ഓർഡർ റിയാക്ഷൻ that is equal to K is equal to concentration of R0 minus concentration of R by T ആയിരുന്നു. അപ്പം നമുക്ക് വേണ്ടുന്നത് T ഹാഫ് ആണ്. അപ്പം ടിയുടെ ടേംസിലാണ് വേണ്ടത്. അപ്പം T ഇനി ഇപ്പുറത്തേക്ക് എടുക്കാം. T ഈസ് ഈക്വൽ ടു, ഈ ഡെറിവേഷൻ നിങ്ങൾക്ക് വേണ്ടുന്നതാണേ, T ഈസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് R0 മൈനസ് കോൺസെൻട്രേഷൻ ഓഫ് R by K എന്ന് എടുക്കാം. നമുക്ക് വേണ്ടത് എന്താണ്? T ഹാഫ് ആവണം അല്ലേ? അപ്പം T എന്നുള്ളത് ടി ഹാഫ് ആകുമ്പോഴുള്ളതാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, ടി ഹാഫ് ആകുമ്പോൾ ആ ഇനിഷ്യൽ കോൺസെൻട്രേഷൻ എത്രയാകും? ഇനിഷ്യൽ കോൺസെൻട്രേഷൻ, ആ മാക്സിമം ആയിട്ടിരിക്കുന്ന ഇനിഷ്യൽ കോൺസെൻട്രേഷൻ പകുതിയാകും. അപ്പം എന്താണ്? R എന്നുള്ളത് R0/2 ആകും. ഓക്കെ, അപ്പം ഇക്വേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെ മാറും? ടി ഹാഫ് ഈസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് R0 മൈനസ് R0/2 ബൈ K എന്ന് വരും. മക്കളെ നോക്കിക്കേ, 1ൽ നിന്നും ഹാഫ് പോവാണ്. അപ്പം എന്താണ് വരുന്നത്? ബാക്കി ഹാഫ് ആണ്. അപ്പം ടി ഹാഫ് ഈസ് ഈക്വൽ ടു എന്ത് വരും? R0, കോൺസെൻട്രേഷൻ ഓഫ് R0/2 K എന്ന് വരും. ഹാഫ് ലൈഫ് ഓഫ് സീറോ ഓർഡർ റിയാക്ഷൻ. അപ്പം നിങ്ങൾ ഈ ഇക്വേഷൻ നോക്കിക്കേ, സീറോ ഓർഡർ റിയാക്ഷന്റെ ഹാഫ് ലൈഫ് എന്ന് പറയുന്നത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു? സീറോ ഓർഡർ റിയാക്ഷന്റെ ഹാഫ് ലൈഫ് എന്ന് പറയുന്നത് ഡിപ്പെൻസ് ഓൺ ഇനിഷ്യൽ കോൺസെൻട്രേഷൻ അല്ലേ? ആ ഇനിഷ്യൽ കോൺസെൻട്രേഷൻ R0യെ എന്ത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ഹാഫ് ലൈഫ് ഓഫ് സീറോ ഓർഡർ റിയാക്ഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇനി ഫസ്റ്റ് ഓർഡറിന്റെ ഹാഫ് ലൈഫ് നമുക്കൊന്ന് കണ്ടുപിടിച്ച് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ഓർഡറിന്റെ നോക്കിക്കേ, ഹാഫ് ലൈഫ് ഓഫ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ, ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ ഹാഫ് ലൈഫ് എന്തായിരുന്നു? ഇക്വേഷൻ, ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ K ഈസ് ഈക്വൽ ടു 2.303 ബൈ T log കോൺസെൻട്രേഷൻ ഓഫ് R0 ബൈ കോൺസെൻട്രേഷൻ ഓഫ് R ആയിരുന്നു നമ്മുടെ ഇക്വേഷൻ. ഓക്കെ, ഇതാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പം നമുക്ക് ടി ഹാഫ് അല്ലേ വേണ്ടത്? അപ്പം ടിയുടെ ടേംസിലോട്ട് മാറ്റുമ്പം T ഈസ് ഈക്വൽ ടു 2.303 ബൈ K log കോൺസെൻട്രേഷൻ ഓഫ് R0 ബൈ R, കോൺസെൻട്രേഷൻ ഓഫ് R എന്ന് വരും. ഓക്കെ അല്ലേ? അപ്പം ഇനി ടി ഹാഫ് ആണ്. അപ്പം ടി ഹാഫ് ആകുമ്പോൾ R എന്നുള്ളത് കോൺസെൻട്രേഷൻ ഓഫ് R എന്താകും? R0/2 ആകും. അപ്പം ഇക്വേഷൻ എങ്ങനെ മാറും?
T half is equal to 2.303 by K log R0 by R0 by 2 എന്ന് വരും. അപ്പോൾ ഈ R0യും R0യും ക്യാൻസൽ ആയി പോയിട്ട് T half is equal to 2.303 by K log 2 എന്ന് വരും. അപ്പോൾ log 2ന്റെ വാല്യൂ ഒക്കെ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിയുമ്പം T half is equal to 0.693 by K എന്ന് വരും. ഇതാണ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ ഹാഫ് ലൈഫിന്റെ ഇക്വേഷൻ. T half is equal to 0.693 by K. വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. ഡെറിവേഷനും ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നൊരു ഫീൽഡാണ്. ക്ലിയർ ആയോ? അപ്പോൾ സീറോ ഓർഡറിന്റെ എന്തായിരുന്നു? R0 by 2K. ഫസ്റ്റ് ഓർഡറിന്റെ എന്താണ്? 0.693 by K. അപ്പോൾ ഇവിടെ ഈ ഫസ്റ്റ് ഓർഡറിന്റെ റിയാക്ഷൻ ഇക്വേഷൻ നിങ്ങൾ നോക്കിക്കേ. അത് ഇനിഷ്യൽ കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ? ഇല്ല, ഇനിഷ്യൽ കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇനിഷ്യൽ കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ആര് മാത്രമാണ്? സീറോ ഓർഡർ റിയാക്ഷൻ മാത്രമാണ്. ഫസ്റ്റിൽ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. 1 കിലോ എന്നുള്ളത് 1/2 കിലോ ആകാനും 100 കിലോ എന്നുള്ളത് 50 കിലോ ആകാനും എടുക്കുന്നത് ഒരേ സമയമാണ്. എവിടെ? ഫസ്റ്റ് ഓർഡർ റിയാക്ഷനിൽ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? ഹാഫ് ലൈഫ് ഓഫ് സീറോ ഓർഡർ റിയാക്ഷനും ഹാഫ് ലൈഫ് ഓഫ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷനും ഓക്കെ ആയോ നിങ്ങൾക്ക് മക്കളെ? ക്ലിയർ ആയോ രണ്ടും ഹാഫ് ലൈഫുകൾ? ഓക്കെ, ക്ലിയർ ആയെങ്കിൽ അടുത്ത് നോക്കിക്കേ. അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് സീഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണ്. എന്താണ് സീഡോ ഓർഡർ? ഒരു കള്ളത്തരം കാണിക്കുന്നത് അല്ലേ? ഹയർ ഓർഡർ ആണെന്ന് നമുക്ക് തോന്നും, പക്ഷെ യഥാർത്ഥത്തിൽ ഹയർ ഓർഡർ ആണോ? അല്ല. അങ്ങനെയുള്ള റിയാക്ഷൻ ആണ് എന്ത്? സീഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. ദീസ് ആർ റിയാക്ഷൻ വിച്ച് അപ്പിയർ ടു ഫോളോ ഹയർ ഓർഡർ ബട്ട് ആക്ച്വലി ഫോളോ ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ്. നമുക്ക് തോന്നും വലിയ ഓർഡർ കൈനറ്റിക്സ് ആണെന്ന് തോന്നും, പക്ഷെ ആക്ച്വലി അത് എന്താണ്? ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ് ആണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിന്റെ എക്സാമ്പിളുകൾ ചോദിക്കും. ഓക്കെ, ഇഫ് ദീസ് റിയാക്ഷൻ ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് വൺ ഓഫ് ദ റിയാക്ടന്റ് ഈസ് ലാർജ് എക്സസ്, അതായത് ഇത് സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവരുടെ റിയാക്ടന്റുകളുടെ ഒരാൾ നമ്മൾ എക്സസ് ആക്കി എടുക്കും. അപ്പോൾ അത്രയും എമൗണ്ട് എക്സസ് ആയിട്ട് എടുത്തിട്ട് അതിൽ നിന്ന് ചെറിയൊരു ചേഞ്ച് വന്നാൽ ആ ചേഞ്ച് എന്താണ്? നെഗ്ലിജിബിൾ ആണ് അല്ലേ? അതാണ് സംഭവിക്കുന്നത്. സോ ഇറ്റ്സ് ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഡസ് നോട്ട് അഫക്ട് ദ റേറ്റ് ഓഫ് റിയാക്ഷൻ. അപ്പോൾ ആ ഒരുപാട് നമ്മൾ എക്സസ് റിയാക്ടന്റ് എടുക്കുമ്പോൾ അതിൽ ചെറിയ ചേഞ്ച് വരുന്നത് ആ റിയാക്ഷന്റെ റേറ്റിനെ എന്ത് ചെയ്യുന്നില്ല? അഫക്റ്റ് ചെയ്യുന്നില്ല. അതിന് എക്സാമ്പിൾ ആണ് ഫസ്റ്റ് ഹൈഡ്രോളിസിസ് ഓഫ് എസ്റ്റർ, അതായത് ഈഥൈൽ അസറ്റേറ്റിന്റെ ഹൈഡ്രോളിസിസും ഇൻവേർഷൻ ഓഫ് കെയിൻ ഷുഗർ. ഇത് രണ്ടും സീഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ എക്സാമ്പിൾ ആണ്. എന്താ സീഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ? ആ ഹയർ ഓർഡർ ആണെന്ന് നമുക്ക് തോന്നും, ബട്ട് യഥാർത്ഥത്തിൽ ഇത് ഫോളോ ചെയ്യുന്നത് എന്താണ്? ആ ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ് ആണ്. ക്ലിയർ ആയോ? എങ്ങനെയാണ് ഇത് ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ് ഫോളോ ആവുന്നത്? നമ്മൾ ഇതിന്റെ റിയാക്ഷനുകൾ നോക്കുമ്പോൾ ഇപ്പൊ ഇവിടെ തന്നെ വാട്ടർ കണ്ടോ? ഇവിടെയും വാട്ടർ എടുത്തിരിക്കുന്നു. ഈ വാട്ടർ എക്സസ് ആയിട്ട് എടുക്കുകയാണ്. അപ്പൊ ഇതിൽ ചെറിയൊരു ചേഞ്ച് വരുന്നത് നമ്മുടെ റിയാക്ഷന്റെ റേറ്റിനെ എന്ത് ചെയ്യുന്നില്ല? അഫക്റ്റ് ചെയ്യുന്നില്ല. സോ നമുക്ക് എന്താണ്? അത് നെഗ്ലിജിബിൾ ആണ്. അപ്പൊ ഇവിടെ ആരുടെ മാത്രമേ എടുക്കുന്നുള്ളൂ? അതാ ഈ എസ്റ്ററിന്റെ മാത്രമേ വരുന്നുള്ളൂ. അപ്പം ഫസ്റ്റ് ഓർഡർ ആണ്. അതേപോലെ നോക്കിക്കേ, ഇവിടെ കെയിൻ ഷുഗർ, ഇവിടെ എന്താണ്? വാട്ടർ എക്സസ് ആണ്. സോ ഇവിടെയും കെയിൻ ഷുഗറിന്റെ മാത്രമേ വരുന്നുള്ളൂ. അപ്പൊ ഇൻവേർഷൻ ഓഫ് കെയിൻ ഷുഗറും ഹൈഡ്രോളിസിസ് ഓഫ് എസ്റ്ററും ആണ് സീഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷനുകളുടെ എക്സാമ്പിൾസ്. സീഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷനും അതിന്റെ എക്സാമ്പിൾസും എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്തതിലേക്ക് പോവാം. ഓക്കെ, നമ്മൾ കോൺസെൻട്രേഷൻ, അതായത് ഇത്ര നേരം പഠിച്ചുകൊണ്ടിരുന്ന എന്താണ്? ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് റേറ്റ് ഓഫ് റിയാക്ഷനിൽ കോൺസെൻട്രേഷൻ എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നു, കോൺസെൻട്രേഷന്റെ ഭാഗത്ത് വരുന്ന ടേംസ് എല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത ആരാണ്? ടെമ്പറേച്ചർ അല്ലേ? നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പോവുക അല്ലേ? ടെമ്പറേച്ചർ. എങ്ങനെയാണ് ടെമ്പറേച്ചർ റേറ്റ് ഓഫ് റിയാക്ഷനെ അഫക്റ്റ് ചെയ്യുന്നത്? മക്കളെ, ടെമ്പറേച്ചർ കൂടിയാൽ റേറ്റ് ഓഫ് റിയാക്ഷൻ എന്ത് ചെയ്യും? ടെമ്പറേച്ചർ കൂടിയാൽ റേറ്റ് ഓഫ് റിയാക്ഷനും ഇൻക്രീസ് ചെയ്യും. അതായത് ഇപ്പോൾ ഒരു 500 കെൽവിനിൽ നടക്കുന്ന ഒരു റിയാക്ഷൻ നമ്മൾ 510 കെൽവിനിലേക്ക് മാറ്റുകയാണ്. അതായത് ഒരു 10 ഡിഗ്രി സെൽഷ്യസോ അല്ലെങ്കിൽ 10 കെൽവിനോ മാറ്റുകയാണ്. 500 കെൽവിൻ ആയിരുന്നപ്പോൾ അവിടുത്തെ റേറ്റ് കോൺസ്റ്റന്റ് K ആയിരുന്നു. 510 ഒരു 10 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 10 കെൽവിൻ കൂട്ടുമ്പോൾ റേറ്റ് കോൺസ്റ്റന്റ് എന്താകുന്നു? റേറ്റ് എന്താകുന്നു? ഡബിൾ ആകുന്നു. അപ്പോൾ ഇവിടെ എത്ര ആവും? 2K ആകും. ഇനി ഒരു 520 ആക്കിയാൽ എന്ത് സംഭവിക്കുന്നു? അത് വീണ്ടും ഡബിൾ ആവും. ഇതിനുള്ളതിന്റെ ഡബിൾ ആവും. അപ്പോൾ എത്ര ആവും? 4K ആവും. അതായത് 2Kയുടെ ഡബിൾ ആകും. മനസ്സിലായോ? അപ്പോൾ ടെമ്പറേച്ചർ 10 ഡിഗ്രി കൂടുന്നതിനനുസരിച്ച് റേറ്റ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ഡബിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇനി ഈ ടെമ്പറേച്ചറും റിയാക്ഷന്റെ റേറ്റിനെയും പറ്റിയും കണക്ട് ചെയ്യുന്ന കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്ന ഇക്വേഷൻ ആണ് അറീനിയസ് ഇക്വേഷൻ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ നമ്മൾ പഠിച്ചത്?
അറീനിയസ് ഇക്വേഷൻ. എന്തായിരുന്നു അറീനിയസ് ഇക്വേഷൻ പറയുന്നത്? K is equal to AE raised to minus EA by RT. ഇതാണ് അറീനിയസ് ഇക്വേഷൻ പറയുന്നത്. K is equal to AE raised to minus EA by RT. മക്കളെ, അറീനിയസ് ഇക്വേഷൻ എന്താണ്? ഓരോ ടേംസും എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കും. നമുക്ക് ഓരോ ടേംസും ഒന്ന് നോക്കിയാലോ? ഓക്കെ, ഓരോന്ന് നോക്കാം. K എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം എന്താണ്? റേറ്റ് കോൺസ്റ്റന്റ്. A എന്ന് പറഞ്ഞാൽ എന്താണ്? അറീനിയസ് ഫാക്ടർ ആണ്. A എന്ന് പറഞ്ഞാൽ അറീനിയസ് ഫാക്ടർ ആണ്. ഇനി E എന്താണ്? E എന്ന് പറഞ്ഞാൽ എക്സ്പോണൻഷ്യൽ ആണ്, ഓപ്പറേറ്റർ ആണ്. ഓക്കെ, E എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്ടിവേഷൻ എനർജി ആണ്. E എന്ന് പറഞ്ഞാൽ ആക്ടിവേഷൻ എനർജി ആണ്. അടുത്തത് R എന്ന് പറഞ്ഞാൽ എന്താണ്? യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്. R യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആണ്. അതേപോലെ T എന്താണ്? T എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ. T ടെമ്പറേച്ചർ ആണ്. ഓക്കെ, അപ്പോൾ ഈ അറീനിയസ് ഇക്വേഷൻ എന്താണ്? അതിലെ ഓരോ ടേംസും എക്സ്പ്ലെയിൻ ചെയ്യാൻ എക്സാമിന് ചോദിക്കുന്നതാണ്. A എന്താണ്? അറീനിയസ് ഫാക്ടർ. E എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്ടിവേഷൻ എനർജി. അപ്പോൾ എന്താണ് ഇതിന് നിങ്ങൾക്ക് പഠിക്കാനുള്ള സാധനം? ഇതാണ്. എന്താണ് ആക്ടിവേഷൻ എനർജി? മക്കളെ, ഒരു റിയാക്ഷൻ നടക്കണമെങ്കിൽ മോളിക്യൂൾസ് എന്താണ്? പരസ്പരം കൊളൈഡ് ചെയ്യുന്നു. അപ്പോൾ ഇത് ചുമ്മാ വന്ന് കൊളൈഡ് ചെയ്താൽ ഒരു റിയാക്ഷൻ നടക്കുമോ? ഇല്ല. അത് കൊളൈഡ് ചെയ്യണമെങ്കിൽ അതിനൊരു മിനിമം എനർജി വേണം, അല്ലേ? ആ ഒരു മിനിമം എനർജി വേണം. അപ്പോൾ ആ മിനിമം എനർജി നമുക്ക് എന്ത് പറയാം? അവിടെ ഒരു മിനിമം എനർജി വേണം. അപ്പോഴേ അത് ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ക്രിയേറ്റ് ചെയ്ത് അതുവഴി അതിൻ്റെ പ്രൊഡക്റ്റിലേക്ക് ഫോം ചെയ്യത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്താണ്? എന്താണെന്ന് നമ്മൾ പഠിച്ചു. ആക്ടിവേഷൻ എനർജിയാണ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് കൃത്യമായിട്ട് പഠിക്കാം. നമുക്കൊരു ഡീകമ്പോസിഷൻ ഓഫ് ഹൈഡ്രജൻ അയഡൈഡിന്റെ റിയാക്ഷൻ എടുക്കാം. എന്തായിരുന്നു ഡീകമ്പോസിഷൻ ഓഫ് ഹൈഡ്രജൻ അയഡൈഡിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്? H2 പ്ലസ് I2 ഗീവ്സ് 2HI എന്നുള്ള ഇക്വേഷൻ നമ്മൾ എടുക്കാം. അപ്പോൾ H2 ഇവിടെ നമ്മുടെ H2 മോളിക്കൂൾ ഇരിക്കുന്നു. അത് നമ്മുടെ I2 ആയിട്ട് കമ്പൈൻ ചെയ്യുന്നു. അപ്പോൾ അവർ തമ്മിൽ ആദ്യം ഒരു ഇന്റർമീഡിയറ്റ് കോംപ്ലക്സ് അവർ ഫോം ചെയ്യും. അതായത് ഇതുവഴി അങ്ങനെ ഒരു കോംപ്ലക്സ് അവർ ഫോം ചെയ്യും. അവിടെ നിന്നാണ് നമ്മുടെ പ്രോഡക്റ്റിലേക്ക് പോകുന്നത്. ഇനി ഇതങ്ങ് ബ്രേക്കായിട്ട് ഇവർ സ്പ്ലിറ്റ് ചെയ്ത് 2HI ആയിട്ട് ഇങ്ങനെയാണ് മാറുന്നത്. അപ്പോൾ ഇതിൻ്റെ ഗ്രാഫ് നമുക്ക് ജസ്റ്റ് ഒന്ന് പഠിക്കാനുണ്ട്. ഈ ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ഫോം ചെയ്യുന്നതിൻ്റെ ഒരു ഗ്രാഫ് നമുക്കുണ്ട്. ഇതിൻ്റെ Y ആക്സിസിൽ പൊട്ടൻഷ്യൽ എനർജിയും X ആക്സിൽ റിയാക്ഷൻ കോർഡിനേറ്റ്സും ആണ് വരുന്നത്. X ആക്സിൽ റിയാക്ഷൻ കോർഡിനേറ്റും വരും. ഓക്കെ, ഇവിടെയാണ് നമ്മുടെ റിയാക്റ്റൻ്റ് ഇരിക്കുന്നത്. ഓക്കെ, നമ്മുടെ റിയാക്റ്റൻ്റ് ഇരിക്കുന്നു. നമുക്ക് ഫൈനലായിട്ട് ഇവിടെ നമ്മുടെ പ്രോഡക്റ്റ് ഫോം ചെയ്യുന്നു. നോക്കിക്കേ, ഈ റിയാക്റ്റൻ്റ് ഇവിടെയാണ് നമ്മുടെ ആക്ടിവേറ്റഡ് കോംപ്ലക്സ്. ഓക്കെ, ആക്ടിവേറ്റഡ് കോംപ്ലക്സ്. അപ്പോൾ എന്താണ്? നമ്മുടെ പ്രോഡക്റ്റുകൾ ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ഫോം ചെയ്തതിന് ശേഷമാണ് റിയാക്റ്റന്റുകൾ ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ഫോം ചെയ്തതിന് ശേഷമാണ് എങ്ങോട്ട് വരുന്നത്? പ്രോഡക്റ്റുകൾ ഫോം ആവുന്നത്. കണ്ടോ? അതാണ് ഈ റിയാക്ഷനിലൂടെ പറഞ്ഞിരിക്കുന്നത്. H2 പ്ലസ് I2 ഗീവ്സ് 2HI എന്നുള്ളത് ഈ ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ഫോം ചെയ്തതിന് ശേഷമാണ് അത് പ്രോഡക്റ്റ് ഫോം ആകുന്നത്. ഓക്കെ, ഇത് നമുക്ക് ഒരു ടെമ്പറേച്ചറും റേറ്റ് ഓഫ് റിയാക്ഷനും തമ്മിൽ ബന്ധപ്പെടുന്ന ഇക്വേഷൻ നമുക്ക് കിട്ടി. പക്ഷേ ഈ അറീനിയസ് ഇക്വേഷൻ വെച്ചിട്ട് അതിന് ആ രൂപത്തിൽ, അതായത് K is equal to AE raised to minus EA by RT വെച്ചിട്ടല്ല നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രോബ്ലംസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് പ്രോബ്ലംസ് അല്ലേ ഈ ചാപ്റ്ററിൽ കൂടുതലായിട്ടും വരുന്നത്. അപ്പോൾ പ്രോബ്ലം ഓറിയന്റഡ് ആയിട്ടുള്ള രീതിയിലേക്ക് നമുക്ക് ഈ ഇക്വേഷനെ മാറ്റണം. എങ്ങനെ മാറ്റും? നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? K is equal to AE raised to minus EA by RT. ഇതായിരുന്നല്ലോ നമ്മുടെ ഇക്വേഷൻ. നമ്മൾ ഇതിൻ്റെ രണ്ട് സൈഡിലും എന്ത് ചെയ്യുന്നു? ലോഗ് എടുക്കുന്നു, നാച്ചുറൽ ലോഗ് എടുക്കുന്നു. ദാറ്റ് ഈസ് ln K is equal to ln AE raised to minus EA by RT എന്ന് എടുക്കുന്നു. അപ്പോൾ രണ്ട് സൈഡിലും നമ്മൾ ലോഗ് എടുക്കുന്നു. ln E raised to x എന്ന് പറഞ്ഞാൽ എന്താണ്? ln E raised to x എന്ന് പറഞ്ഞാൽ x ആണ്. ഓക്കെ, അപ്പം നമ്മൾ ഇതിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാം. ln K is equal to ln A plus ln E raised to minus EA by
ആർ ടി. നോക്കിക്കേ, ഇവിടെ വന്നിരിക്കുന്നത് ln e റേസ് ടു മൈനസ് ഇ എ ബൈ ആർ ടി എന്ന് വെച്ചാൽ ഏത് ഫോമിലാണ്? ln e റേസ് ടു എക്സ് എന്നല്ലേ? അപ്പൊ ln e റേസ് ടു എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ആണ്. അപ്പൊ ln e റേസ് ടു മൈനസ് ഇ എ ബൈ ആർ ടി എന്ന് പറഞ്ഞാൽ എന്താണ്? മൈനസ് ഇ എ ബൈ ആർ ടി അല്ലേ? അപ്പൊ ഇക്വേഷൻ എങ്ങനെ മാറും? ln k ഈസ് ഈക്വൽ ടു ln a മൈനസ് പ്ലസ് മൈനസ് ആണ്, അപ്പൊ നമുക്ക് മൈനസ് മൈനസ് ഇ എ ബൈ ആർ ടി. ഓക്കെ ആണോ? ഇനി നമുക്കിപ്പോൾ നാച്ചുറൽ ലോഗ് അല്ലേ, അപ്പം നമുക്ക് 2.303 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം. മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുമ്പോൾ എങ്ങനെ മാറും? 2.303 ലോഗ് കെ ഈസ് ഈക്വൽ ടു 2.303 ലോഗ് എ മൈനസ് ഇ എ ബൈ ആർ ടി എന്ന് വരും. ഇനി അടുത്ത് നമ്മൾ എന്താ ചെയ്യുക? ഇതിനെ മൊത്തത്തിൽ, ഈ ഇക്വേഷനെ മൊത്തത്തിൽ നമ്മളൊരു 2.303 കൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്യുന്നു. ഡിവൈഡിങ് ബൈ 2.303. അപ്പോൾ എങ്ങനെ വരും ഇക്വേഷൻ? ഇവിടെയും ഡിവൈഡഡ് ബൈ 2.303, ഇവിടെയും ഡിവൈഡഡ് ബൈ 2.303, ഇവിടെയും ഡിവൈഡഡ് ബൈ 2.303. അപ്പോൾ ഇക്വേഷൻ എങ്ങനെ മാറും? ലോഗ് കെ ഈസ് ഈക്വൽ ടു ലോഗ് എ മൈനസ് ഇ എ ബൈ 2.303 ആർ ടി എന്ന് വരും. ഓക്കെ, ഇത് നമുക്ക് ഇക്വേഷൻ ചെയ്യാൻ, പ്രോബ്ലം ചെയ്യാൻ ആവശ്യമായിട്ട് വരും. ഇനി നോക്കിക്കേ, ഈ ഒരു ഇക്വേഷനിലാണ് നമ്മൾ ഗ്രാഫ് വരയ്ക്കാൻ പോകുന്നത്. ഇതിനെ നമ്മൾ ഗ്രാഫ് വരയ്ക്കാൻ ഇത്രയും നേരം എന്തായിട്ടാണ് കമ്പയർ ചെയ്തുകൊണ്ടിരുന്നത്? നമ്മുടെ സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ. അപ്പോൾ ഇതിനെ നോക്കിക്കേ, നമ്മുടെ സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷനുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്തൂടെ? എന്താണ് വന്നത്? ലോഗ് കെ ഈസ് ഈക്വൽ ടു ലോഗ് എ മൈനസ് ഇ എ ബൈ 2.303 ആർ ടി. നമ്മുടെ സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷനുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാം. y ഈസ് ഈക്വൽ ടു എം എക്സ് പ്ലസ് സി അല്ലേ? സി പ്ലസ് എം എക്സ്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, നമ്മൾ ഗ്രാഫ് വരയ്ക്കുന്നു. നമ്മുടെ ഗ്രാഫിലെ y ആക്സും എക്സ് ആക്സും, എക്സ് ആക്സ് എന്ന് പറയുന്നതാ ഇത് ഇത്രയും കോൺസ്റ്റൻ്റ് ആണ്. അപ്പം നമുക്ക് എക്സ് ആക്സിൽ എന്തെടുക്കാം? 1/t ആണ്. ഇനി y ആക്സിൽ എന്താണ്? ലോഗ് കെ ആണ്. ഇവിടെയും ഇവിടുത്തെ സ്ലോപ്പ് എം എന്താണ്? എം ഈസ് ഈക്വൽ ടു മൈനസ് ഇ എ ബൈ 2.303 ആർ അല്ലേ? അപ്പം നെഗറ്റീവ് വാല്യൂ ആണ്. അപ്പം ഗ്രാഫ് എങ്ങനെ വരും? താഴേക്ക് വരും. അപ്പം ഇതാണ് ഗ്രാഫ് ഇങ്ങനെ വരും. ഇനി y ഇന്റർസെപ്റ്റ് കണ്ടോ? y ഇന്റർസെപ്റ്റ് എത്രയാണ് ഇവിടുത്തെ? y ഇന്റർസെപ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ലോഗ് എ ആണ് y ഇന്റർസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഗ്രാഫ് നിങ്ങൾ പഠിച്ചു. ഇത് നമുക്ക് പ്രോബ്ലം ചെയ്യുന്ന രീതിയിലോട്ട് ഇതിനെ മാറ്റണം അല്ലേ? അപ്പോൾ എങ്ങനെ വരും? ഇഫ് k1ഉം ആൻഡ് k2 ആർ ടു റേറ്റ് കോൺസ്റ്റന്റ്, k1ഉം k2ഉം രണ്ട് റേറ്റ് കോൺസ്റ്റന്റുകളാണ് അറ്റ് T1 ആൻഡ് T2 ടെമ്പറേച്ചർ. T1 T2 ടെമ്പറേച്ചറിലെ രണ്ട് റേറ്റ് കോൺസ്റ്റന്റുകളാണ് k1ഉം k2ഉം. അപ്പം നമുക്ക് ആദ്യം ഈ ഇക്വേഷൻ്റെ ഫോമിലേക്ക് മാറ്റാം. ലോഗ് k1 ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? ലോഗ് എ മൈനസ് ഇ എ ബൈ 2.303 ആർ T1 എന്ന് കൊടുക്കാം. ഇനി ലോഗ് 2, ഇത് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കുക. അടുത്ത ലോഗ് k2 ഈസ് ഈക്വൽ ടു ലോഗ് എ മൈനസ് ഇ എ ബൈ 2.303 ആർ T2 എന്ന് കൊടുക്കാം. ഇത് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കാം. ഇനി ഇക്വേഷൻ നമ്പർ 2-ൽ നിന്നും ഇക്വേഷൻ നമ്പർ 1 മൈനസ് ചെയ്ത് ഇക്വേഷൻ നമ്പർ 2 മൈനസ് ഇക്വേഷൻ നമ്പർ 1 ദറ്റ് ഈസ് ഈക്വൽ ടു ലോഗ് k2 മൈനസ് ലോഗ് k1 ഈസ് ഈക്വൽ ടു ലോഗ് എ മൈനസ് ഇ എ ബൈ 2.303 ആർ T2 മൈനസ് എന്ത് വരും? മൈനസ് ലോഗ് ബ്രാക്കറ്റിൽ ലോഗ് എ മൈനസ് ഇ എ ബൈ 2.303 ആർ T1 എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് വരുമ്പം ലോഗ് k2 ബൈ k1 ഈസ് ഈക്വൽ ടു, ഇവിടെ നമുക്ക് ഇ എ ബൈ 2.303 കോമൺ ആയിട്ട് എടുത്തൂടെ? അപ്പോൾ ഈസ് ഈക്വൽ ടു ഇ എ ബൈ 2.303 ആർ ഇൻറ്റു 1/T1 മൈനസ് 1/T2 എന്ന് കൊടുക്കാം. ഇതിനെ ഒന്നും കൂടെ നമുക്ക് റീഅറേഞ്ച് ചെയ്ത് കൊടുത്തൂടെ? എങ്ങനെ കൊടുക്കാം? ഒന്നും കൂടെ ലോഗ് k2 ബൈ k1 ഈസ് ഈക്വൽ ടു ഇ എ ബൈ 2.303 ആർ. ഇനി നോക്കിക്കേ, ഇതിനെ റീഅറേഞ്ച് ചെയ്യുമ്പം
T2 മൈനസ് T1 ഡിവൈഡഡ് ബൈ T1 T2 എന്ന് കൊടുക്കാം. ഇതാണ് നമുക്ക് പ്രോബ്ലം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഇക്വേഷൻ. നമുക്ക് എന്ത് തരും? രണ്ട് റേറ്റ് കോൺസ്റ്റന്റുകൾ അറ്റ് ഡിഫറെന്റ് രണ്ട് ടെമ്പറേച്ചർ തരും. അപ്പം നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ആക്ടിവേഷൻ എനർജി കണ്ടുപിടിക്കാൻ ചോദിക്കും. അപ്പം നമ്മൾ ഈ ഇക്വേഷൻ ഉപയോഗിച്ചാണ് നമ്മുടെ പ്രോബ്ലംസ് ചെയ്യുന്നത്. മനസ്സിലായോ? ഓക്കെ ആണോ? log K2 by K1 is equal to EA by 2.303 R T2 minus T1 divided by T1 T2. ഓക്കെ ആണോ ഇത്? ഓക്കെ, അങ്ങനെയാണെങ്കിൽ രണ്ട് ടെമ്പറേച്ചർ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്ക് ലാസ്റ്റിൽ ചെയ്യാം. ഓക്കെ, ഇപ്പം നമുക്ക് എടുത്തു പോവാം. അടുത്ത പോർഷൻ വരുന്നത് കാറ്റലിസ്റ്റ് എങ്ങനെയാണ് ഒരു റിയാക്ഷനെ അഫക്റ്റ് ചെയ്യുന്നത്. നമുക്കറിയാം കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു റിയാക്ഷന്റെ റേറ്റിനെ കൂട്ടുന്ന ആൾക്കാരാണ്. അവർക്ക് എന്തെങ്കിലും ചേഞ്ച് വരുന്നുണ്ടോ? ഇല്ല, അവർക്കൊരു ചേഞ്ചും വരത്തില്ല. പക്ഷെ അവരെന്ത് ചെയ്യും? റിയാക്റ്റന്റുകളുടെ കോൺസെൻട്രേഷൻ കൂടും അല്ലേ? നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പരീക്ഷയൊക്കെ അടുക്കുന്ന സമയത്ത് നമ്മുടെ ടീച്ചേഴ്സ് നമ്മളെ കുറേ രീതിയിൽ സഹായിച്ചു തരും. അവർ നമുക്ക് എന്തായാലും ഷോർട്ട് നോട്ട്സ് ഒക്കെ ഉണ്ടാക്കി തരത്തില്ലേ? അപ്പോൾ അതെന്താണ്? നമ്മുടെ പഠനം എന്ന് പറയുന്ന ആ റിയാക്ഷനെ ഒന്ന് കൂട്ടുകയല്ലേ? അതേപോലെ ഒരു റിയാക്ഷൻ, ഒരു കെമിക്കൽ റിയാക്ഷന്റെ റേറ്റ് കൂട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? കാറ്റലിസ്റ്റുകൾ എന്ത് ചെയ്യുന്നു? സഹായിക്കുന്നു. അപ്പം എന്താണ്? ടീച്ചേഴ്സ് നിങ്ങളുടെ പഠനം കൂട്ടാൻ വേണ്ടി നിങ്ങളെ ഒത്തിരി രീതിയിൽ സഹായിക്കുന്നു. അതേപോലെ കെമിക്കൽ റിയാക്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് കാറ്റലിസ്റ്റുകൾ സഹായിക്കും. അവർക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടോ? ഇല്ല. നോക്കിക്കേ, എ കാറ്റലിസ്റ്റ് ഈസ് എ സബ്സ്റ്റൻസ് ദാറ്റ് ഇൻക്രീസ് ദ റേറ്റ് ഓഫ് റിയാക്ഷൻ വിത്തൗട്ട് ഇറ്റ്സെൽഫ് അണ്ടർഗോയിങ് എനി പെർമനന്റ് കെമിക്കൽ ചേഞ്ച്. അവർക്കൊരു പെർമനന്റ് കെമിക്കൽ ചേഞ്ചും വരാതെ അവരെന്ത് ചെയ്യുന്നു? റിയാക്ഷന്റെ റേറ്റിനെ കൂട്ടുന്നു. അപ്പൊ നോക്കിക്കേ, ദ ആക്ഷൻ ഓഫ് കാറ്റലിസ്റ്റ് ക്യാൻ ബി എക്സ്പ്ലൈൻഡ് ബൈ ഇന്റർമീഡിയറ്റ് കോംപ്ലക്സ് തിയറി. എന്താണ് ഈ ഇന്റർമീഡിയറ്റ് കോംപ്ലക്സ് തിയറി എന്ന് മനസ്സിലായോ? നമ്മൾ റിയാക്റ്റൻസ് കമ്പൈൻ ചെയ്ത് പ്രൊഡക്റ്റ് ഉണ്ടാവുന്നത് എങ്ങനെയായിരുന്നു? അവർ ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. അപ്പൊ ഇതെന്ത് സംഭവിക്കുന്നത്? ആക്ടിവേഷൻ എനർജി എന്ന് പറഞ്ഞാൽ കോംപ്ലക്സ് ക്രിയേറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എനർജി അല്ലേ? അതിനെ ഒന്ന് എന്ത് ചെയ്ത് കൊടുക്കും? ലോവർ ചെയ്ത് കൊടുക്കും. നോക്കിക്കേ, അക്കോർഡിംഗ് ടു ദിസ് തിയറി എ കാറ്റലിസ്റ്റ് കമ്പൈൻ വിത്ത് റിയാക്റ്റന്റ് ടു ഫോം ആൻ അൺസ്റ്റേബിൾ ഇന്റർമീഡിയറ്റ് കോംപ്ലക്സ് വിച്ച് ഡീകമ്പോസ് ടു ഫോം പ്രോഡക്റ്റ് ആൻഡ് ദ കാറ്റലിസ്റ്റ്. അപ്പോൾ കാറ്റലിസ്റ്റ് ഈ ഇന്റർമീഡിയറ്റ് കോംപ്ലക്സ് ഫോം ചെയ്യാൻ ആവശ്യമുള്ള ആ ആക്ടിവേഷൻ എനർജിയെ ചെറുതാക്കി ഒന്ന് റെഡ്യൂസ് ചെയ്ത് കൊടുക്കുന്നു. ദ കാറ്റലിസ്റ്റ് ഇൻക്രീസ് ദ റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ ബൈ പ്രൊവൈഡിങ് ആൻ ഓൾട്ടർനേറ്റ് പാത്ത് വിത്ത് ലോ ആക്ടിവേഷൻ എനർജി ബിറ്റ്വീൻ റിയാക്റ്റന്റ് ആൻഡ് പ്രോഡക്റ്റ്. അപ്പോൾ പ്രൊഡക്റ്റ് ഫോം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ആ ആക്ടിവേഷൻ എനർജിയെ ഒന്ന് ചെറുതാക്കി കൊടുക്കുകയാണ് കാറ്റലിസ്റ്റ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് കാറ്റലിസ്റ്റ് ഒരു റിയാക്ഷന്റെ റേറ്റിനെ കൂട്ടുന്നത്. മനസ്സിലായോ? ഓക്കെ, നോക്കിക്കേ. ഓക്കെ, അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് കൊളിഷൻ തിയറി. നമ്മുടെ ലാസ്റ്റ് പോർഷനിലേക്ക് എത്തിക്കഴിഞ്ഞു. എന്താണ് കൊളിഷൻ തിയറി? നോക്കിക്കേ, ഇപ്പോൾ എ പ്ലസ് ബി കമ്പൈൻ ചെയ്ത് പ്രോഡക്റ്റ് ഫോം ചെയ്യുന്നു. അപ്പൊ എയും ബിയും ചുമ്മാ അങ്ങ് പ്രൊഡക്റ്റ് ഫോം ചെയ്യുമോ? ഇല്ല, അത് തമ്മിൽ കൊളൈഡ് ചെയ്യണം. കൊളൈഡ് ചെയ്യണമെങ്കിൽ അതിനൊരു മിനിമം എനർജി എങ്കിലും വേണ്ടേ? ചുമ്മാ ഒരു എനർജി ഇല്ലാതെ വന്ന് കൊളൈഡ് ചെയ്താൽ അത് പ്രൊഡക്റ്റ് ഫോം ചെയ്യുമോ? ഇല്ല. പ്രൊഡക്റ്റ് ഫോം ചെയ്യണമെങ്കിൽ അതിന് മിനിമം ഒരു എനർജി വേണം. ആ മിനിമം എനർജിയെ നമുക്ക് എന്ത് വിളിക്കാം? ത്രെഷോൾഡ് എനർജി എന്ന് വിളിക്കാം. ആ മിനിമം എനർജിയെ നമുക്ക് ത്രെഷോൾഡ് എനർജി എന്ന് വിളിക്കാം. ഇനി ത്രെഷോൾഡ് എനർജി ഉണ്ടെങ്കിലും അത് ചുമ്മാ വന്ന് കൊളൈഡ് ചെയ്താൽ പ്രൊഡക്റ്റ് ഫോം ആവുമോ? ഇല്ല. അത് കറക്റ്റ് ഓറിയന്റേഷനിൽ തന്നെ വന്ന്, അതായത് പ്രോപ്പർ ആയിട്ടുള്ള ഓറിയന്റേഷനിൽ നല്ല ഫേസ് ടു ഫേസ് ആയിട്ട് ഒന്ന് എന്ത് ചെയ്യണം? കൊളൈഡ് ചെയ്യണം. നോക്കിക്കേ, അപ്പോൾ ഫസ്റ്റ് ഫാക്ടർ എന്ന് പറയുന്നത് എന്തായിരിക്കണം? അതിന് മിനിമം ഒരു എനർജി വേണം. രണ്ടാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് പ്രോപ്പർ ഓറിയന്റേഷനിലായിരിക്കണം. അപ്പൊ നോക്കിക്കേ, റേറ്റ് ഓഫ് റിയാക്ഷൻ ഇത് വെച്ചിട്ട് ഒരു റിയാക്ഷനിന്റെ റേറ്റിനെ നമുക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം? റേറ്റ് ഈസ് ഈക്വൽ ടു സെഡ് എ ബി. എ ബി നമ്മൾ സഫിക്സ് ആയിട്ടാണ് കൊടുക്കുന്നത്. എ ബി ഇ റേസ് ടു മൈനസ് ഇ എ ബൈ ആർ ടി. മക്കളെ നോക്കിക്കേ, ഈ ഇസഡ് എ ബി എന്ന് പറയുന്നത് കൊളിഷൻ ഫ്രീക്വൻസി ആണ്. റിയാക്ടന്റുകളുടെ കൊളിഷൻ ഫ്രീക്വൻസി ആണ്. ഇനി അടുത്ത ഫാക്ടർ എന്താണ്? പ്രോപ്പർ ഓറിയന്റേഷൻ. ടീച്ചർ പറഞ്ഞില്ലേ, കറക്റ്റ് ആയിട്ടുള്ള ഓറിയന്റേഷൻ അല്ലേ? ഒരു ഫേസ് ടു ഫേസ് കറക്റ്റ് ഓറിയന്റേഷനിലാണെങ്കിൽ മാത്രമേ അത് റിയാക്ഷൻ ചെയ്ത് പ്രൊഡക്റ്റ് ഫോം ചെയ്യുള്ളൂ. നെക്സ്റ്റ് ഫാക്ടർ അഫക്ട് ദ കെമിക്കൽ റിയാക്ഷൻ ഈസ് ദ പ്രോപ്പർ ഓറിയന്റേഷൻ. അപ്പൊ ആ പ്രോപ്പർ ഓറിയന്റേഷനും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ മാറും? റേറ്റ് ഈസ് ഈക്വൽ ടു പി സെഡ് എ ബി ഇ റേസ് ടു മൈനസ് ഇ എ ബൈ ആർ ടി.
Okay, thus in collision theory, activation energy and proper orientation of molecules together determine the criteria for an effective collision. Hence, the rate of chemical reaction. അപ്പോൾ rate of chemical reactionനെയും effective collision ആകണമെന്നും ഒക്കെ ഡിറ്റർമൈൻ ചെയ്യുന്നത് എന്താണ് ഈ കൈനറ്റിക് എനർജി അല്ലെങ്കിൽ എന്താണ് ഈ ആക്ടിവേഷൻ എനർജിയും അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള പ്രോപ്പർ ആയിട്ടുള്ള ഓറിയന്റേഷൻസുമാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് റിയാക്ഷന്റെ റേറ്റിനെ അത് ഹെൽപ്പ് ചെയ്യുന്നത്, കൂടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയും ടോപ്പിക്കുകളാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ടും പഠിക്കാനുള്ളത്. ഇനി വളരെ പ്രധാന ഭാഗത്ത് നിന്ന് നമുക്ക് 1-2 ക്വസ്റ്റ്യൻസ് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം. അതിൽ ടീച്ചർ ആദ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞു തന്നത് ഏതാണ്? നമ്മുടെ ഇപ്പൊ ലാസ്റ്റ് പഠിച്ച ആക്ടിവേഷൻ എനർജിയുടെ ഒരു ചോദ്യം ഇല്ലായിരുന്നോ? ഡിഫറെന്റ് 2 റേറ്റ് കോൺസ്റ്റന്റ് തരുന്നു, 2 ടെമ്പറേച്ചർ തരുന്നു, അപ്പോൾ ഒരു ഇക്വേഷൻ ഉപയോഗിക്കണം. ഏതായിരുന്നു ആ ഇക്വേഷൻ? ഓക്കെ, അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ആ ഇക്വേഷൻ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, ഇപ്പോൾ T1 എന്നുള്ളത് T1 300 കെൽവിനും T2 എന്നുള്ളത് 310 കെൽവിനുമാണ്. അപ്പോൾ ഇവിടുത്തെ K1നെ നമുക്ക് K എന്ന് വിളിക്കാം, K2നെ എങ്ങനെ വിളിക്കാം? 2K എന്ന് വിളിക്കാം. കാരണം ടെമ്പറേച്ചർ 10 ഡിഗ്രി ഇൻക്രീസ് ആവുമ്പോഴത്തേക്കും റേറ്റ് കോൺസ്റ്റന്റ് എങ്ങനെയാണ്? ഡബിൾ ആവുന്നു. അപ്പോൾ K 2K ആവുന്നു. ഇനി നമുക്ക് ഇക്വേഷൻ എങ്ങനെയാണ്? നമ്മൾ പഠിച്ച ഇക്വേഷൻ ആണ്. എങ്ങനെയാ പഠിച്ചേ? log K2 by K1 is equal to EA by 2.303 R T2 minus T1 divided by T1 T2. ഇതായിരുന്നല്ലോ നമ്മുടെ ഇക്വേഷൻ. അപ്പം log K2 എന്ന് പറയുമ്പോൾ 2K by log K1 എന്ന് പറയുമ്പോൾ K ആണ്, ഈസ് ഈക്വൽ ടു EA by 2.303 ഇൻറ്റു ആറിൻ്റെ വാല്യൂ എന്താണ്? 8.314 ഇൻറ്റു T2 എന്ന് പറയുന്നത് 310 മൈനസ് 300 ഡിവൈഡഡ് ബൈ 310 ഇൻറ്റു 300 ആണ്. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ അടുത്ത് എങ്ങനെ മാറും? log 2K by K. അപ്പോൾ കെയും കെയും പോയി. log 2 ഈസ് ഈക്വൽ ടു EA by 2.303 ഇൻറ്റു 8.314 10 by 310 ഇൻറ്റു 300 എന്നാവില്ലേ? ആവും. അപ്പോൾ അടുത്ത EA ആണ് നമുക്ക് വേണ്ടത്. EA ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം നമുക്ക്? log 2 ഇൻറ്റു 2.303 ഇൻറ്റു 8.314 ഇൻറ്റു 300 ഇൻറ്റു 310 ഡിവൈഡഡ് ബൈ 10 എന്ന് വരും. ഇത് ചെയ്യുമ്പോൾ നമുക്ക് 5598.59 ജൂൾ എന്ന് വരും ആൻസർ. ഓക്കെ, കാൽക്കുലേഷൻ നിങ്ങൾ ചെയ്ത് നോക്കാം. ഓക്കെ, മനസ്സിലായോ? ഇത്രയും കിട്ടിയോ? നമുക്ക് 2 ടെമ്പറേച്ചേഴ്സ് തരുന്നു, ഡിഫറെൻ്റ് ആയിട്ടുള്ള റേറ്റ് കോൺസ്റ്റന്റ് എന്ന് വെച്ചാൽ 10 ഡിഗ്രി ഡിഫറൻസ് വരുമ്പോൾ എന്ത് വരും? K എന്നുള്ളത് 2K ആവും. ഓക്കെ, അപ്പം ഇങ്ങനെ നമുക്ക് എഴുതാം log K2 by K1 ഈസ് ഈക്വൽ ടു EA by 2.303 R T2 മൈനസ് T1 ഡിവൈഡഡ് ബൈ T1 T2. മനസ്സിലായോ? ഇങ്ങനെയാണ് ഈ ചോദ്യം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യൻ T1/2 ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് നോക്കാം. എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ഈസ് ഫൗണ്ട് ടു ഹാവ് റേറ്റ് കോൺസ്റ്റന്റ് 5.5 ഇൻറ്റു 10⁻⁻14 സെക്കൻഡ് ഇൻവേഴ്സ്. ഫൈൻഡ് ദ ഹാഫ് ലൈഫ്. അപ്പോൾ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണ്, അല്ലെങ്കിൽ തന്നെ സെക്കൻഡ് ഇൻവേഴ്സ് എന്ന് കാണുമ്പോൾ നമുക്കറിയാം ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണ്. അപ്പോൾ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആകുമ്പോൾ അതിൻ്റെ ഹാഫ് ലൈഫ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താണ്? T1/2 ഈസ് ഈക്വൽ ടു 0.693 K. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എന്ത് ചെയ്യുന്നു? 0.693 ഡിവൈഡഡ് ബൈ 5.5 ഇൻറ്റു 10⁻⁻14. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത് ചെയ്യുമ്പം 1.2826 ഇൻറ്റു 10⁻13 സെക്കൻഡ് എന്ന് വരും. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ? ഡയറക്റ്റ്ലി ചോദിച്ചിരിക്കുന്നു ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ ഹാഫ് ലൈഫ് എങ്ങനെ കണ്ടുപിടിക്കും? ഹാഫ് ലൈഫ് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ നമുക്കറിയാം 0.693 K ആണ്. നമ്മൾ ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ആയിട്ട് ഇട്ട് കൊടുത്തു, ആൻസർ കണ്ടുപിടിച്ചു. ക്ലിയർ ആയോ? ഓക്കെ ആണോ? അപ്പോൾ ഇത്രയൊക്കെയാണ് നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് വരുന്നത്. ഇന്നത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഏതാണ്? നമ്മൾ ആദ്യം ആവറേജ് റേറ്റ് എഴുതുന്നത് എങ്ങനെയാണ്, ഇൻസ്റ്റന്റേനിയസ് റേറ്റ് എഴുതുന്നത് എങ്ങനെയാണ്, പിന്നെ നമ്മൾ എന്ത് പഠിച്ചു? എന്താണ് ഓർഡർ, മോളിക്കുലാരിറ്റി. അതിന് മുന്നേ നമ്മൾ റേറ്റ് ലോ പഠിച്ചല്ലേ? റേറ്റ് ലോ എങ്ങനെയാ എക്സ്പ്രസ് ചെയ്യുക? റേറ്റ് ലോ ഈസ് ഈക്വൽ ടു K ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് A raised to X, കോൺസെൻട്രേഷൻ ഓഫ് B raised to Y.
ഓക്കെ, ഇതില് ആ സം ഓഫ് പവേഴ്സ് ആണ് എന്ത്? ഓർഡർ, ദാറ്റ് ഈസ് n ഈസ് ഈക്വൽ ടു x പ്ലസ് വൈ. ഇനി എന്തായിരുന്നു മോളിക്കുലാരിറ്റി? എത്ര കൊളൈഡിങ് സ്പീഷീസ് ഉണ്ട്, അതാണ് മോളിക്കുലാരിറ്റി. അപ്പൊ ഓർഡർ എന്താണ്, മോളിക്കുലാരിറ്റി എന്താണ്. പിന്നെ നമ്മൾ എന്താ പഠിച്ചേ? ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ അല്ലേ, വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ എന്തായിരുന്നു? സീറോ ഓർഡറിന്റെയും ഫസ്റ്റ് ഓർഡറിന്റെയും. സീറോ ഓർഡറിന്റെ ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ എന്തായിരുന്നു? കോൺസെൻട്രേഷൻ ഓഫ് R0 മൈനസ് R ബൈ 2k. പിന്നെ നമ്മൾ എന്താ പഠിച്ചേ? ഫസ്റ്റ് ഓർഡറിന്റെ ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ. അപ്പൊ എന്തൊക്കെയായിരുന്നു ഫസ്റ്റ് ഓർഡറിന്റെ? നമുക്കൊന്ന് ജസ്റ്റ് എഴുതാമേ. അപ്പൊ k ഈസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ R0 മൈനസ് R ബൈ ടി. ഇതെന്തിന്റെ ആയിരുന്നു? സീറോ ഓർഡറിന്റെ. ഇനി ഫസ്റ്റ് ഓർഡറിന്റെ എങ്ങനെയായിരുന്നു? k ഈസ് ഈക്വൽ ടു 2.303 ബൈ ടി ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് R0 ബൈ RT. അപ്പൊ ഇത് ഏതിന്റെയൊക്കെയാണ്? ഫസ്റ്റ്, ഇത് സീറോ ഓർഡറിന്റെയും ഫസ്റ്റ് ഓർഡറിന്റെയും സീറോ ഓർഡറിന്റെ ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ, ഫസ്റ്റ് ഓർഡറിന്റെ ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് എന്ത്? സീറോ ഓർഡറിന്റെ ഹാഫ് ലൈഫും ഫസ്റ്റ് ഓർഡറിന്റെ ഹാഫ് ലൈഫും. സീറോ ഓർഡറിന്റെ ഹാഫ് ലൈഫ് എന്താണ്? ടി ഹാഫ് ഈസ് ഈക്വൽ ടു R0 ബൈ 2k. അത് ആരുടെ ആയിരുന്നു? സീറോ ഓർഡറിന്റെ. ഇനി ഫസ്റ്റ് ഓർഡറിന്റെ ഹാഫ് ലൈഫിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? ടി ഹാഫ് ഈസ് ഈക്വൽ ടു 0.693 ബൈ k. ഇത് സീറോ ഓർഡറിന്റെ ഹാഫ് ലൈഫും ഇത് ഫസ്റ്റ് ഓർഡറിന്റെ ഹാഫ് ലൈഫും. അപ്പൊ ഹാഫ് ലൈഫ് കണ്ടുപിടിക്കുന്ന ഇക്വേഷനും കിട്ടിയേ. ഇനി എന്താ നമ്മൾ പഠിച്ചത്? എഫക്ട് ഓഫ് കാറ്റലിസ്റ്റ് എങ്ങനെ ടെമ്പറേച്ചർ ഉണ്ടായിരുന്നില്ല എൻ്റെ ഇടയിൽ. ടെമ്പറേച്ചർ എങ്ങനെ എഫക്ട് ആവുന്നു? എങ്ങനെയായിരുന്നു ടെമ്പറേച്ചർ? ടെമ്പറേച്ചറും റേറ്റ് ലോയും തമ്മിൽ റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ ആയിരുന്നു അറീനിയസ് ഇക്വേഷൻ. എന്താണ് അറീനിയസ് ഇക്വേഷൻ? എന്താണ്? k is equal to AE raised to minus EA by RT. ഇതിൽ ഓരോ ടേംസും ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അതിൽ ആക്ടിവേഷൻ എനർജി നമ്മൾ പഠിച്ചതാണ് അല്ലേ? ഒരു റിയാക്ടന്റ് മോളിക്യൂൾ ആദ്യം അതിന്റെ ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ഫോം ചെയ്യും. അതിനാവശ്യമുള്ള എനർജിയാണ് എന്ത്? ആക്ടിവേഷൻ എനർജി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ കാറ്റലിസ്റ്റിൽ വരുമ്പോൾ എങ്ങനെയാണ് ഈ ആക്ടിവേഷൻ എനർജി ഹെൽപ്പ് ചെയ്യുന്നത്? ഈ ആക്ടിവേഷൻ എനർജി ഒന്ന് ലോ ചെയ്ത് കൊടുക്കും. അപ്പൊ പെട്ടെന്ന് കുറച്ച് ദൂരം കവർ ചെയ്താൽ മതിയല്ലോ റിയാക്ടന്റുകൾക്ക്, പെട്ടെന്ന് തന്നെ പ്രൊഡക്റ്റ് ഫോം ചെയ്യും. അങ്ങനെയാണ് റിയാക്ഷന്റുകളുടെ റേറ്റിനെ എന്ത് കൂട്ടുന്നത്? കാറ്റലിസ്റ്റ് കൂട്ടുന്നത്. മനസ്സിലായോ? അതായത് ഇത്ര ആയിരുന്നെങ്കിൽ അതൊന്ന് ലോ ചെയ്ത് കൊടുക്കും. അപ്പൊ എന്താണ്? പ്രോഡക്റ്റ് പെട്ടെന്ന് ഫോം ചെയ്യും. അങ്ങനെ കാറ്റലിസ്റ്റ് ആക്ടിവേഷൻ എനർജി കുറച്ചിട്ട് പ്രൊഡക്റ്റ് ഫോർമേഷൻ, അതായത് റേറ്റ്, സ്പീഡ് കൂട്ടും. പിന്നെ നമ്മൾ എന്താ പഠിച്ചത്? കാറ്റലിസ്റ്റ് പഠിച്ചു കഴിഞ്ഞിട്ട് കൊളിഷൻ തിയറി പഠിച്ചു അല്ലേ? കൊളിഷൻ തിയറിയിൽ എന്താ പറയുന്നത്? മോളിക്യൂൾസ് തമ്മിൽ കൊളൈഡ് ചെയ്ത് റിയാക്ടന്റ് പ്രൊഡക്റ്റ് ഫോം ചെയ്യണമെങ്കിൽ ഒരു മിനിമം എനർജി വേണം. ആ മിനിമം എനർജിയെ നമ്മൾ ത്രെഷോൾഡ് എനർജി എന്ന് വിളിച്ചു. ഇനി എനർജി മാത്രം മതിയോ? അല്ല, അത് പ്രോപ്പർ ഓറിയന്റേഷനിലും ആയിരിക്കണം. അപ്പൊ ആ ഇക്വേഷൻ എന്തായിരുന്നു? റേറ്റ് R ഈസ് ഈക്വൽ ടു ZAB. ലാസ്റ്റ് പഠിച്ച ഇക്വേഷൻ ZAB PZAB E raised to minus EA by RT. അപ്പോൾ ZAB എന്തായിരുന്നു? കൊളിഷൻ ഫ്രീക്വൻസി ആണ്. ഇക്വേഷൻ മാത്രം ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി. അത്ര നമുക്ക് പ്രോബ്ലം അല്ല, അവിടെ ഇക്വേഷൻ ജസ്റ്റ് ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ, അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ നോക്കേണ്ടത് ആ ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ, പിന്നെ ആക്ടിവേഷൻ എനർജിയുടെ ഇക്വേഷൻ. ഓർമ്മയുണ്ടോ? അത് ലോഗ് K2 ബൈ നമ്മൾ ഇപ്പോൾ ലാസ്റ്റ് ചെയ്ത ക്വസ്റ്റ്യൻ്റെ ഇക്വേഷൻ. log K2 by K1 is equal to minus EA by 2.303 R T2 minus T1 divided by T1 T2. ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള മേഖല എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഇത്രയും ഭാഗങ്ങളും നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക, പ്രോബ്ലംസും ചെയ്തു നോക്കുക. അപ്പോൾ ഈ ചാപ്റ്ററിലുള്ള എല്ലാ കണ്ടന്റുകളും നമ്മൾ ഈ ഒരു ക്ലാസ് ടീച്ചർ എല്ലാം പറഞ്ഞു. ഇമ്പോർട്ടൻ്റ് അല്ല, ചാപ്റ്റർ മുഴുവൻ പറഞ്ഞു കഴിഞ്ഞു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ സ്ട്രെസ് ചെയ്താണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ഇക്വേഷൻസ് കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചിരിക്കുക. പിന്നെ ഓരോ ഓർഡർ റിയാക്ഷന്റെ ഡെഫിനിഷൻ, അതിന്റെ എക്സാമ്പിളുകൾ നോക്കി വെച്ചിരിക്കുക. പിന്നെ ഓർഡറും മോളിക്കുലാരിറ്റിയും തമ്മിലുള്ള ഡിഫറൻസുകൾ ഒരു 3-4 കാര്യങ്ങൾ ടീച്ചർ പറഞ്ഞില്ലേ. ഓർഡറിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയായിരുന്നു അല്ലെ? ഏതാണ് എക്സ്പെരിമെന്റൽ ക്വാണ്ടിറ്റി, ഏതാണ് തിയററ്റിക്കൽ, ആരാണ് എലമെന്ററി റിയാക്ഷനും കോംപ്ലക്സ് റിയാക്ഷനും ആപ്ലിക്കബിൾ ആയിട്ട് വരുന്നത്, ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചിരിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും നല്ല വൃത്തിക്ക് പഠിക്കുക, ക്വസ്റ്റ്യൻസ് ചെയ്തു നോക്കുക. എളുപ്പമുള്ള ചാപ്റ്ററാണ്. ഈ ചാപ്റ്ററിൽ നിന്നുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഈ ഇക്വേഷൻ ഫോളോ ചെയ്ത് പോയാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും സ്കോർ ചെയ്യാവുന്നതേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കുകളാണ് പറഞ്ഞു തന്നിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഓക്കെ ആണല്ലോ. അപ്പോൾ കൃത്യമായിട്ട് ഇന്ന് പഠിക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത വേറൊരു ചാപ്റ്ററായിട്ട് നമുക്ക് ഈ സീരീസ് തന്നെ അടുത്ത ക്ലാസ്സിൽ കാണാം.